സ്തോത്രം ചെയ്യുന്നു. വീണ്ടും ഒന്നിച്ചായിരിക്കാനായിട്ട് ദൈവം നമുക്ക് കൃപ ചെയ്തല്ലോ. നമുക്കെല്ലാം ദൈവത്തിലൊരു വിശ്വാസമുണ്ട്. ദൈവം ഉണ്ടോ നമ്മളോട് ചോദിച്ചാൽ നമ്മുടെ മറുപടി എന്താ? ദൈവം ഉണ്ട്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. ദൈവവചനത്തിലെ യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യത്തിൽ, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 18-ാമത്തെ വാക്യം, അവിടെ നമ്മളിങ്ങനെ വായിക്കും: ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. നമ്മളാരെങ്കിലും ദൈവത്തെ കണ്ടിട്ടുണ്ടോ? ദൈവത്തെ കണ്ടിട്ടില്ല. പിന്നെ എങ്ങനെ നമ്മൾ ദൈവം ഉണ്ടെന്ന് അറിയുന്നത് എങ്ങനെ? 4-ാം അധ്യായത്തിൻ്റെ, യോഹന്നാൻ്റെ സുവിശേഷം തന്നെ 4-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു: ദൈവം ആത്മാവാകുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് ദൈവത്തെ കാണാൻ സാധിക്കാത്തത്? ദൈവം ആത്മാവാണ്. നമ്മുടെ ഈ നഗ്ന നേത്രം കൊണ്ട് ഒരിക്കലും നമുക്ക് ദൈവത്തെ, ആത്മാവിനെ കാണാൻ പറ്റത്തില്ല. പക്ഷെ നമുക്കൊരു പ്രത്യാശയുണ്ട്. ആത്മാവിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ദൈവത്തെക്കുറിച്ച് പറയുമ്പോൾ സർവ്വവ്യാപിയ, ദൈവം എല്ലായിടത്തും ഉണ്ട്. പക്ഷെ നമുക്ക് ആർക്കും ദൈവത്തെ കാണത്തില്ല. യേശുക്രിസ്തു മരിച്ചിട്ട് എഴുന്നേറ്റതിന് ശേഷം യേശുക്രിസ്തുവിനൊരു പുനരുദ്ധാന ശരീരം കിട്ടിയായിരുന്നു. ആ ശരീരത്തിൻ്റെ പ്രത്യേകത എന്തായിരുന്നു? ആത്മാവിനുള്ള പ്രത്യേകതയുണ്ടായിരുന്നു. അടച്ചിരിക്കുന്നൊരു മുറിക്കുള്ളിൽ കടന്നു വരാനായിട്ട് കഴിയും. ആത്മാവിൻ്റെ ഒരു പ്രത്യേകത, ആത്മാവ് എപ്പം ചിന്തിച്ചാലും ചിന്തിക്കുന്ന സ്ഥലത്ത് എത്താൻ പറ്റും. കർത്താവിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു പുനരുദ്ധാന ശരീരത്തിൽ. അപ്പം നമുക്കും നൽകിയിരിക്കുന്നൊരു പ്രത്യാശ എന്താ? 1 യോഹന്നാൻ 3:3 അവൻ വീണ്ടും പ്രത്യക്ഷനാകുമ്പോൾ അവനെ നാം ഇരിക്കുന്ന പോലെ കാണുന്നതുകൊണ്ട് അവൻ്റെ സ്വരൂപത്തോട് അനുരൂപരാകും എന്ന് നാം അറിയുന്നു. അപ്പം അന്ന് നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കുന്ന നമ്മുടെ പ്രത്യാശയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന അവിടെ നമ്മൾ അവൻ്റെ മുഖം കണ്ടവനെ എന്നേക്കും ആരാധിക്കും. അന്ന് നമുക്ക് ശരിയായ രീതിയിൽ ആശ്ചര്യമായിട്ട് കാണാൻ കഴിയും ദൈവത്തെ. പക്ഷേ ഇന്നത്തെ നമ്മുടെ ഈ വീഴ്ചയുള്ള ശരീരത്തിൽ നമുക്ക് ദൈവത്തെ ഒരിക്കലും കാണാൻ പറ്റത്തില്ല. നമ്മൾ ദൈവത്തെ അറിയുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്? വിശ്വാസത്താൽ. ദൈവം ഉണ്ടെന്ന് നമ്മളെങ്ങനെ അറിയുന്നത്? വിശ്വാസത്താലാണ് അറിയുന്നത്. പക്ഷെ നമ്മുടെ ഒരു പ്രത്യേകത, നമ്മുടെ വിശ്വാസം പലപ്പോഴും ചത്ത വിശ്വാസമാണ് നമുക്കുള്ളത്, അല്ലേ? മനുഷ്യർക്കെല്ലാം, എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിൽ ദൈവത്തെക്കുറിച്ചുള്ളൊരു അവബോധമുണ്ട്. അത് ഹിന്ദു ആണേലും ക്രിസ്ത്യാനിയാണേലും മുസ്ലിം ആണേലും ബുദ്ധനോ ജൈനനോ ഏത് മതക്കാരൻ്റെ ഉള്ളിൽ ദൈവം ഉണ്ടെന്നുള്ളൊരു ചിന്തയുണ്ട്, ഒരു അവബോധമുണ്ട്. അതൊരു സത്യമാണ്. നമ്മുടെ എല്ലാ ഉള്ളിലുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ക്രിസ്തീയ കുടുംബങ്ങളിൽ ജനിച്ചു വളർത്തപ്പെട്ടവരായതുകൊണ്ട് വളരെ ചെറുപ്പം തൊട്ടേ നമ്മളോട് ഈ ദൈവത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്, ഇല്ല? നമ്മൾ പള്ളികളിലൊക്കെ പോകുമ്പോഴും എല്ലാം ദൈവത്തെക്കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ നമുക്ക് ദൈവത്തെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. നമുക്ക് ദൈവം ഉണ്ടെന്ന് നമുക്കറിയാം. പക്ഷെ കാണാൻ കഴിയാത്തൊരു ദൈവത്തെ നമ്മളെങ്ങനെ അറിയുന്നേ? അതൊരു യാഥാർത്ഥ്യമാണെന്ന് നമ്മളെങ്ങനെ അറിയുന്നേ? എങ്ങനെ അറിയുന്നത്? അനുഭവത്തിലൂടെ അറിയുന്നു, അല്ലേ? സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു: യഹോവ നല്ലവനെന്ന് രുചിച്ചറിയുവീൻ. യോഹന്നാൻ അപ്പോസ്തലൻ അതിനെക്കുറിച്ച് പറയുമ്പോൾ 1 യോഹന്നാൻ്റെ ലേഖനത്തിൽ 1-ാം അധ്യായത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നു. 1 യോഹന്നാൻ്റെ ലേഖനം 1-ാം അധ്യായത്തിൽ 1-ാം വാക്യം: ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവൻ്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ട് സാക്ഷീകരിക്കുകയും പിതാവിനോട് കൂടി ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവനെ നിങ്ങളോട് അറിയിക്കുകയും ചെയ്യുന്നു. അപ്പം മനുഷ്യനെ വീണ്ടെടുക്കാനായിട്ട് ദൈവം പ്ലാൻ ചെയ്തപ്പം ചെയ്തൊരു കാര്യം, തൃത്വത്തിൽ രണ്ടാമനായ പുത്രനെ ജഡശരീരത്തിൽ ഈ ലോകത്തിലേക്ക് അയച്ചു. യേശുവിനെ കണ്ടവരൊക്കെ എന്താ കണ്ടെത്തിയേ? യോഹന്നാൻ്റെ സുവിശേഷത്തിൽ തന്നെ അതിനോടുള്ള ബന്ധം നമ്മൾ ചിന്തിക്കുമ്പം അവിടെ നമ്മൾ ഇങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം
46 വാക്യം. അവിടെ യേശുവിനെ നഥാനിയേലിന് പരിചയപ്പെടുത്തുമ്പം നഥാനിയേൽ ചോദിച്ചൊരു ചോദ്യം, നസറത്തിൽ നിന്ന് വല്ല നന്മയും വരുമോ? എന്തായിരുന്നു മറുപടി? വന്ന് കാൺമീൻ. അങ്ങ് വന്ന് കണ്ടതിന് ശേഷം എന്താ തൻ്റെ സാക്ഷ്യം എന്താ? ഞങ്ങൾ ക്രിസ്തുവിനെ അല്ലെങ്കിൽ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. ഒരു രാത്രി അവനോടുകൂടെ താമസിച്ചതിന് ശേഷം, ഇല്ലെന്ന് ചിന്തിച്ച്, ഒരു രാത്രി കർത്താവിൻ്റെ വീട്ടിൽ കർത്താവിനോട് താമസിച്ചതിന് ശേഷം പിറ്റേന്ന് അവരുടെ സാക്ഷ്യം എന്താ? ഞങ്ങൾ മശിഹായെ കണ്ടെത്തി. ആ ജീവനെ ഞങ്ങൾ എന്ത് ചെയ്തു? സ്പർശിച്ചു, അനുഭവിച്ചറിഞ്ഞു. അപ്പം നമ്മളോടുള്ള ബന്ധത്തിലും ഈ ദൈവീക കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ നമുക്ക് ഉൾക്കൊള്ളാനായിട്ട് വളരെ വിഷമമായിരിക്കുന്നൊരു കാരണം, നമ്മളെപ്പോഴും ബുദ്ധി കൊണ്ടാണിത് അറിയാനായിട്ട് ശ്രമിക്കുന്നത്. അല്ല, നമുക്കറിയാം, നമ്മുടെയൊക്കെ വീട്ടിൽ ചില സമയത്ത് കറണ്ട് ഇല്ലാതിരിക്കുമ്പം നമ്മൾ പുറത്തിറങ്ങി അയലങ്കാരോട് ചോദിക്കും, അവിടെ കറണ്ട് ഉണ്ടോ എന്ന് ചോദിക്കും. അവർ കറണ്ട് ഉണ്ടെന്ന് എങ്ങനെയാണ് പറയുന്നത്? ഏതെങ്കിലും സ്വിച്ച് ഇട്ട് നോക്കട്ടാ, ഇവിടെ കറണ്ട് ഉണ്ടെന്ന് പറയും, ഇല്ലേ? ആ കറണ്ടിനെ കാണാൻ പറ്റത്തില്ല, പക്ഷേ അതിൻ്റെ ചില ലക്ഷണങ്ങളിലൂടെയാണ് കണ്ടെത്തുന്നത്. കറണ്ട് ഉണ്ടെന്ന് പറയുമ്പോൾ ഒന്നേലെ ഒരു സ്വിച്ച് ഇട്ട് നോക്കുന്നു, ലൈറ്റ് കത്തുമ്പോൾ ഇവിടെ കറണ്ട് ഉണ്ടെന്ന് പറയുന്നു. കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല, പക്ഷെ കറണ്ടിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അനുഭവിക്കാൻ പറ്റും. ഇരുട്ടത്ത് വെളിച്ചമായിട്ട് അതിനെ അനുഭവിക്കാൻ കഴിയും, അല്ലേ? ഇപ്പം നമുക്കൊരു വെള്ളത്തിൻ്റെ ആവശ്യം വരുമ്പോൾ നമ്മൾ സ്വിച്ച് ഓൺ ചെയ്യുന്നു, മോട്ടർ വർക്ക് ചെയ്ത് വെള്ളം തരുന്നു. ഇങ്ങനെ വിവിധ നിലകളിൽ നമുക്ക് ആ കറണ്ടിനെ അനുഭവിച്ചാൽ നമ്മൾ അറിയുന്നത്. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കറണ്ട് കണ്ടിട്ടുണ്ടോ? കറണ്ടിൻ്റെ പ്രത്യക്ഷമായ പല ലക്ഷണങ്ങളും നമുക്ക് കണ്ടിട്ടുണ്ട്, പക്ഷേ കറണ്ടിനെ നമുക്ക് കാണാൻ പറ്റത്തില്ല. അതൊരു ശക്തിയാണ്, പവർ. ദൈവത്തെക്കുറിച്ചും പറഞ്ഞ ദൈവം ആത്മാവാണ്. ആത്മാവിനെ ആർക്കും ഒരു നാളും കാണാൻ പറ്റത്തില്ല. പിന്നെ നമ്മളെങ്ങനെ ദൈവം ഉണ്ടെന്ന് ഉറപ്പിച്ച് പറയുന്നത് എങ്ങനെ? അപ്പം നമുക്കറിയാം, ദൈവത്തെക്കുറിച്ച് യോഹന്നാൻ പറയുന്നത് ദൈവം സ്നേഹമാണ്. ദൈവം സ്നേഹമാണ്. അപ്പം ഞാൻ ആ സ്നേഹത്തെ അനുഭവിച്ചിട്ടാണ് പറയുന്നത്, ഞാൻ ദൈവത്തെ അനുഭവിച്ചു. ഒരനുഭൂതിയാണ്, അല്ലേ? സ്നേഹം എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുമോ? സ്നേഹം പ്രകടിപ്പിക്കാൻ പല മുഖാന്തരങ്ങളുണ്ടെങ്കിലും നമുക്ക് സ്നേഹത്തെ കാണാൻ പറ്റത്തില്ല. പക്ഷെ സ്നേഹം എന്താണെന്നുള്ള കാര്യം നമ്മളെ കാണിച്ചതിനെക്കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ എന്താ പറഞ്ഞിരിക്കുന്നത്? അവൻ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവത്തിന് നമ്മോടുള്ള സ്നേഹത്തെ കാണിച്ചു തന്നിരിക്കുന്നു. യേശു ക്രിസ്തു എനിക്ക് വേണ്ടി മരിച്ചു എന്നുള്ള സത്യം ഞാൻ കാണുന്നിടത്താണ് ഞാൻ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചത്. ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിച്ചറിയുമ്പോൾ ഞാൻ ദൈവത്തെ തന്നെ അനുഭവിച്ചറിയുന്നത്. അങ്ങനെ അനുഭവിച്ച് എന്നോടുള്ള ബന്ധത്തിൽ ആരെങ്കിലും ദൈവം ഇല്ലെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇളക്കവും വരത്തില്ല. അതിനെതിരായിട്ട് ഒത്തിരി തെളിവുകൾ നിരത്തിയാലും എന്നെ അതൊന്നും സ്പർശിക്കത്തില്ല. കാരണം എന്താ? എൻ്റെ അനുഭവത്തിൽ ഞാൻ ദൈവത്തെ അറിഞ്ഞു. ഞാൻ ഒരിക്കലും നിങ്ങളോട് പറഞ്ഞു, ഓർക്കുന്നുണ്ടോയെന്ന് അറിയത്തില്ല, UP സ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് എനിക്ക് ഈ കറണ്ട് എന്നാന്ന് അറിയണമെന്നൊരാഗ്രഹം ഉണ്ടായി. അപ്പം പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, തൊടരുത്, ഇല്ലേ? തൊട്ടാൽ ഷോക്കേറ്റ് മരിക്കും. അപ്പം ഞാനൊരു കട്ടിലേക്ക് കയറി നിന്നിട്ടൊരു ബൾബ് ഊരിയിട്ട് സ്വിച്ച് ഓൺ ചെയ്തിട്ട് ആ ഹോൾഡറിനുള്ളിൽ വിരലിട്ടു. ഒറ്റയടിയാണ്. പക്ഷെ ഞാൻ ഈ കട്ടിലേ നിന്നുകൊണ്ട് എൻ്റെ മസിലൊക്കെ പൊട്ടിപ്പോകുന്നതല്ലേ എനിക്ക് തോന്നി. എൻ്റെ കൈ തെറിച്ച് പോയി. ഞാൻ നോക്കും, കൈ ഇവിടെ പൊള്ളിയിട്ടുണ്ട്. അപ്പം കറണ്ടിനെ എന്നാ ഞാൻ അനുഭവിച്ചറിഞ്ഞേ. പിന്നീട് ഒരിക്കലും ഞാനത് ശ്രമിച്ചിട്ടില്ല. ആത്മീയാർത്ഥത്തിൽ പറയുമ്പം നമ്മൾ ദൈവത്തിൻ്റെ സ്വഭാവം കൊണ്ടാണ് അറിയുന്നത്, ദൈവത്തിൻ്റെ സ്നേഹം. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു, കർത്താവ് ദയാലുവെന്ന് നിങ്ങൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ. അപ്പം നമ്മുടെ ജീവിതത്തിൽ അങ്ങനത്തെ അനുഭവമുണ്ട്. ആ നിലയിൽ നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ടോ? യഹോവ നല്ലവനെന്ന് രുചിച്ചറിഞ്ഞിട്ടുണ്ടോ? എങ്ങനെ അത് അറിയുന്നത്? പ്രായോഗിക ജീവിതത്തിൽ നമ്മൾ അങ്ങനെയാണ് ദൈവത്തെ അറിയുന്നത്. ഒന്ന്, പിതാവും പുത്രനും തന്നെത്താൻ നമുക്ക് വെളിപ്പെടുത്തി തരുന്ന വഴി നമ്മൾ ദൈവത്തെ അറിയുന്നു, അന്തരാത്മാവിൽ നമുക്ക് ആ ഒരു ബോധ്യം കിട്ടുന്നു. രണ്ടാമത്, നമ്മുടെ അനുഭവങ്ങളിലൂടെ നമ്മൾ ദൈവത്തെ അറിയുന്നു. കർത്താവ് ദയാലുവെന്ന് നമ്മൾ ആസ്വദിച്ചിട്ടുണ്ടല്ലോ എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? കർത്താവിൻ്റെ ദയ നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മൾ ഇങ്ങനെ സങ്കീർത്തനക്കാരൻ പറയുന്നു, നിൻ്റെ ദയ രാവിലെ തോറും പുതിയതാ എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഒരു പുതിയ ദിവസം തുടങ്ങുമ്പം നമ്മൾ തുടങ്ങുന്ന ദൈവത്തിൻ്റെ ദയ അനുഭവിച്ചുകൊണ്ട്. തിരിഞ്ഞു നോക്കി കഴിഞ്ഞ രാത്രി ഒത്തിരി പേര് ഭൂലോകം വിട്ടുപോയി, ഒത്തിരി പേര് പല പ്രതിസന്ധികളിലൂടെ അപകടങ്ങളിലൂടെയൊക്കെ കടന്നു പോയപ്പോഴും കർത്താവ് നിൻ്റെ ദയ കൊണ്ട് നീ എന്നെ താങ്ങി ഇവിടെ നിർത്തിയിരിക്കുന്നല്ലോ, ഒരു പുതിയ പ്രഭാതം കൂടെ നീ എനിക്ക് തന്നല്ലോ
ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഈ ഒരു അനുഭവം വർദ്ധിച്ചു വരേണ്ടതാണ്. അപ്പോൾ നമ്മൾ ദൈവത്തെ അനുഭവിച്ചറിയാൻ തുടങ്ങുമ്പം അല്ല ആരംഭിക്കുന്നത് വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തിലൂടെയാണ്. 2 കൊരിന്ത്യർ 5:17 നമ്മളിങ്ങനെ വായിക്കുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, ആത്മാവിൽ അവൻ വീണ്ടും ജനിക്കുന്നു. പാപനിമിത്തം മരിച്ച അന്തരാത്മാവിൽ മാനസാന്തരത്തിലൂടെ വീണ്ടും ജനിക്കുക വഴി വീണ്ടും ദൈവമായുള്ളൊരു ബന്ധം പുനഃസ്ഥാപിക്കപ്പെടുന്നു. ഇപ്പം ഈ കറണ്ടൊക്കെ ചില സമയത്ത് ഈ മഴക്കാലത്തൊക്കെ നമ്മുടെ വീട്ടിലെ കണക്ഷൻ ചിലപ്പോൾ മിന്നിയൊക്കെ കളിക്കും. നമ്മൾ നോക്കിയാൽ എന്താണെന്ന് മനസ്സിലാവത്തില്ല. അതിൻ്റെ നമ്മുടെ ഉത്തരവാദിത്തപ്പെട്ടവരെ വിളിച്ചാൽ അവർ പറയും നിങ്ങളുടെ ലൈനിൽ എവിടെയോ ഇതിൻ്റെ കവറിങ് പോയിട്ട് അവിടെ ക്ലാവ് പിടിച്ചിട്ടുണ്ട്. അവരത് കട്ട് ചെയ്ത് വീണ്ടും കൂട്ടി യോജിപ്പിച്ച് കഴിയുമ്പം ക്ലിയറായി. ആത്മീയ അർത്ഥത്തിൽ പറയുമ്പം പലപ്പോഴും പാപം ഈ ദൈവമായുള്ള ആ ബന്ധത്തെ നമുക്ക് നഷ്ടപ്പെടുത്തി കളയും. വീണ്ടും ജനിക്കുന്ന ഒരാൾക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയൊരു അനുഗ്രഹം പാപബോധമുള്ളവനായിത്തീരുന്നതാണ്, അല്ലേ? അപ്പോസ്തലൻ പത്രോസ് അല്ല പൗലോസ് അങ്ങനെ കർത്താവിനെ കണ്ടുമുട്ടി. വ്യക്തിപരമായ ജീവിതത്തിൻ്റെ അനുഭവത്തിലൂടെയാണ് കണ്ടുമുട്ടിയത്. ദമസ്കസിലേക്കുള്ള യാത്ര വന്ധ്യയെ ദൈവനെ അടിച്ച് കുതിരപ്പുറത്തു നിന്ന് താഴെയിട്ടൊരു വലിയ വെളിച്ചം മിന്നി അവൻ കുതിരപ്പുറത്തു നിന്ന് വീണു. അവൻ എഴുന്നേറ്റ് ചോദിച്ച ചോദ്യം എന്താ? നീ ആരാകുന്നു കർത്താവേ? മറുപടി എന്താ? നീ ഉപദ്രവിക്കുന്ന യേശുവാ. ശരിക്കും യേശുവിനെ അപ്പോസ്തലൻ ഉപദ്രവിച്ചോ? ഇല്ല, സഭയെ ഉപദ്രവിച്ച. സഭയെ മുടിക്കാനായിട്ട് അവൻ ഓടിക്കൊണ്ടിരുന്നത്. അന്ന് അവൻ ആ ദർശനം കിട്ടി. സഭ എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ശരീരമാണെന്നുള്ള ആ ഒരു ദർശനം കിട്ടി, ഇല്ലേ? അതിനുശേഷം സംഭവിച്ചൊരു കാര്യം നമ്മളിങ്ങനെ വായിക്കുന്ന, അവൻ്റെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ ചിലതൊക്കെ താഴെ വീണു. എവിടെയെങ്കിലും നമ്മൾ തുടർന്ന് അപ്പോസ്തലൻ ഈ കാര്യങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ഇങ്ങനൊരു ഉപദേശം കൊണ്ടുവന്ന് കണ്ടിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ ദൈവത്തെ കണ്ടുമുട്ടിയ ആളുടെ കണ്ണിൽ നിന്ന് ചെതുമ്പൽ പോലെ വീഴണം. വീഴാത്ത ആരും ദൈവത്തെ കണ്ടുമുട്ടിയിട്ടില്ല. ഉണ്ടോ? ഇന്ന് ഒത്തിരി ഉപദേശങ്ങൾ ഇങ്ങനെ ഉണ്ടാകുന്നത്. നമുക്ക് ചില അനുഭവങ്ങൾ ദൈവം തരുമ്പം ആ അനുഭവങ്ങളും നമ്മൾ ഉപദേശം ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. ബോംബെയിൽ പണ്ടൊരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, വളരെ നല്ല സഹോദരന്മാരാണ്. നമ്മളവരുമായിട്ട് 1 മണിക്കൂർ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതകാലത്ത് ഒരിക്കലും അവരെ മറക്കത്തില്ല. അത്ര സ്നേഹവും കരുതലും കമ്പാഷനൊക്കെയുള്ള സഹോദരന്മാരാണ്. പക്ഷേ അവർക്കൊരു ഉപദേശം ഉണ്ടായിരുന്നു, യഥാർത്ഥ മാനസാന്തരം വരുമ്പം ആൾക്കാർ ഛർദ്ദിക്കും. കാരണം അവരുടെ അനുഭവം അതാ. അവരുടെയൊക്കെ ഉള്ളിൽ അങ്ങനെ അനുഭവം ഉണ്ടാണ്ട് അവർ ഉപദേശമാക്കി തീർത്തു. യഥാർത്ഥ മാനസാന്തരം വരുന്ന ഒരാളെന്ത് ചെയ്യും? ഛർദ്ദിക്കും. ഛർദ്ദിച്ചില്ലേ നിന്റെ മാനസാന്തരം ശരിയല്ല. അതിൻ്റെ കാരണം എന്താ പറഞ്ഞാൽ അനുഭവത്തിൽ നിന്ന് അവർ കൊണ്ടുവന്ന ഒരു ഉപദേശമാണ്. പക്ഷെ ദൈവജനം അതിനോട് യോജിക്കുന്നുണ്ടോ? ഇല്ല. ദൈവജനത്തിൽ അങ്ങനത്തെ ഒരു കാര്യമേ പറയുന്നില്ല. നമ്മളെപ്പോഴും ദൈവജനത്തെയാണ് ആധാരമായിട്ട് എടുക്കേണ്ടത്, നമ്മുടെ അനുഭവങ്ങളെയല്ല. അവർ നല്ല സഹോദരന്മാരാണ്. ഞാൻ അവരെ ഇന്നും മറന്നിട്ടില്ല. എനിക്ക് അവരുടെ എല്ലാ മുഖം എൻ്റെ ഓർമ്മയിലുണ്ട്. ഞങ്ങൾ കുറച്ച് നാൾ അവർ വരികയും വചനങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്തിരുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. ഭയങ്കര സ്നേഹമുള്ള, കരുണയുള്ള, കരുതലുള്ള സഹോദരന്മാരാണ്. പക്ഷേ ഇങ്ങനെ തെറ്റായൊരു ഉപദേശം വരുന്നിടത്ത് പിന്നെ നമുക്ക് അവരുമായിട്ട് തുടർന്ന് പോകാനായിട്ട് കഴിയത്തില്ല. ആത്മീയമായിട്ട് ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, നമ്മളെപ്പോഴും ദൈവത്തിൻ്റെ വചനത്തെ വേണം ആധാരമായിട്ട് സ്വീകരിപ്പാൻ. നമ്മുടെ അനുഭവങ്ങളോ നമ്മുടെ ചിന്തകളോ ഒന്നും അതിൽ നിന്ന് നമ്മളെ വേർപിരിക്കാനായിട്ട് ഇടയായിത്തീരരുത്. റോമാലേഖനം 5-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ 5-ാമത്തെ വാക്യത്തിൽ, റോമാലേഖനം 5:5 നമ്മളിങ്ങനൊരു വാക്യം വായിക്കുന്നുണ്ട്. 5:5 8:5. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന 7-ാം അധ്യായം 5-ാം വാക്യം, റോമാലേഖനം 7:5. അവിടെ നമ്മളിങ്ങനെ വായിക്കുന്ന, നാം ജഡത്തിലായിരുന്നപ്പോൾ ന്യായപ്രമാണത്താൽ ഉളവായ പാപരാഗങ്ങൾ മരണത്തിന് ഫലം കായ്ക്കത്തക്കോണം നമ്മുടെ അവയവങ്ങളിൽ വ്യാപരിച്ചു പോകുന്നു. ഇപ്പോഴും നമ്മളെ പിടിച്ചടക്കിയിരിക്കുന്ന ന്യായപ്രമാണം സംബന്ധിച്ച് മരിച്ചിരിക്കുകൊണ്ട് അക്ഷരത്തിൻ്റെ പഴക്കത്തിലല്ല ആത്മാവിൻ്റെ പുതുക്കത്തിൽ തന്നെ സേവിക്കേണ്ടതിന് നാം ന്യായപ്രമാണത്തിൽ നിന്ന് ഒഴിവുള്ളവരായിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം, നാം ജഡത്തിലായിരുന്നപ്പോൾ. നമ്മൾ ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നമ്മൾ ജഡത്തിലല്ലേ? അങ്ങനെ അവിടെ പറഞ്ഞിരിക്കുന്നത്. എഫീസ് ലേഖനത്തിൽ ഇതിന് സമാനമായൊരു വാക്യം നമ്മൾ വായിക്കുന്നുണ്ട്. എഫീസർക്ക് ലേഖനം 2-ാം അധ്യായത്തിൽ അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ,
അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ജഡത്തിനും മനോവികാരം ഇഷ്ടം അതിന് പ്രതിയാൽ കോപത്തിൻ്റെ മക്കളായിരുന്നു. അപ്പം മുമ്പേ ജഡമോഹത്തിൽ നടന്നു പറഞ്ഞതിൻ്റെ അർത്ഥം ഇപ്പം അങ്ങനെ നടക്കുന്നില്ലെന്നല്ലേ? ശരിയല്ലേ? അതുപോലെ മറ്റേ അവിടെ നമ്മൾ 7:5 വായിക്കുന്നത് എന്താ? നാം ജഡത്തിൽ ആയിരുന്നപ്പോൾ. ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മൾ പലപ്പോഴും ചിന്തിക്കും ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അർത്ഥം ശരീരത്തിലായിരിക്കുക എന്നാണ്. അങ്ങനെ ഉണ്ട്, ആ വചനം തെറ്റിപ്പോയി. 7:5 ഇപ്പം അപ്പം ജഡമെന്ന് പറയുന്നത് നമ്മുടെ ശരീരമല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ശരീരത്തിന് സ്വന്തമായ ഇഷ്ടം വല്ലതും ഉണ്ടോ? ഇപ്പം നമുക്ക് ഉള്ളിൽ നിന്ന് ഭയങ്കര സ്നേഹം വരിക, നമ്മുടെ ശരീരം എന്തു ചെയ്യും? ആ സ്നേഹം അങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കും. നമുക്കൊരു കുഞ്ഞുണ്ട്, നമുക്ക് അതിനോട് സ്നേഹവും വാത്സല്യമൊക്കെ വരും. നമ്മളെന്താ ചെയ്യുന്നത്? കോരിയെടുത്ത് അല്ലേ മേത്ത് മുഴുവൻ ചുംബിച്ച് കളിപ്പിച്ച് താലോലിച്ച്, അതിന് നമുക്ക് ആ കുഞ്ഞിനോട് അരിശം വരുമ്പോഴോ ഇങ്ങോട്ട് പിടിച്ചിട്ട് 2 അടിയും കൊടുക്കും. ശരീരത്തിന് സ്വന്തമായിട്ടൊരു ഇഷ്ടമുണ്ടോ? ഇല്ല. നമ്മുടെ അകത്തുള്ള വികാരങ്ങളെ പ്രകടിപ്പിക്കാനുള്ളൊരു ഉപാധിയാണ് നമ്മുടെ ശരീരമെന്ന് പറയുന്നത്. പക്ഷെ ജഡമെന്ന് പറയുന്നതോ? വേദപുസ്തകത്തിൽ പലപ്പോഴും ഈ ശരീരത്തെക്കുറിച്ച് പറയുമ്പോഴും ഈ ജഡമെന്നുള്ള പദപ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ വരും. പക്ഷെ നമ്മൾ ആന്തരികമായിട്ട് സത്യം ഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ കൺഫ്യൂഷൻ വരത്തില്ല. അങ്ങനെ വരാനൊരു കാര്യം, ഈ വചനം ട്രാൻസ്ലേറ്റ് ചെയ്തവർ അവർക്ക് ഇതിൻ്റെ അന്തസത്തയൊന്നും അറിയത്തില്ലായിരുന്നു, ആന്തരിക സത്യങ്ങളെക്കുറിച്ച് അറിയത്തില്ല. അപ്പോൾ അതിൻ്റെ അർത്ഥമൊക്കെ നോക്കി അവരുടെ മനസ്സിൽ ഏറ്റവും യോജിച്ചത് അങ്ങനെ പ്രയോഗിച്ചു എന്നുള്ളതാണ് സത്യം. പക്ഷേ നമ്മൾ ഈ ദൈവവഴി നടക്കാൻ തുടങ്ങുമ്പോഴാണ്, ഈ വചനത്തിൻ്റെ പ്രകാശനം കിട്ടുമ്പോഴാണ് അതിൻ്റെ വ്യത്യാസം നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നത്. എപ്പോഴും ദൈവത്തിൻ്റെ വചനം നമ്മൾ നമുക്കറിയാം, ന്യായപ്രമാണം കൊടുക്കുമ്പോൾ അവരോട് പറഞ്ഞൊരു കാര്യം, നിങ്ങളിത് കേൾക്കണം, രണ്ടാമത് എന്ത് ചെയ്യണമെന്നാണ് പറഞ്ഞേ? ഉറക്കെ പറ. കേൾക്കണം, പഠിക്കണം, പ്രമാണിച്ചനുസരിക്കണം. ആദ്യം കേൾക്കുന്നു, പഠിക്കുന്നു, അതിനുശേഷം നമ്മൾ അനുസരിക്കുന്നു. അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം ഈ കേൾവി നമുക്കറിയാം, നമ്മുടെ ദേഹിയുടെ തലത്തിലാണ് ഈ കേൾവി വരുന്നത്. നമ്മുടെ ശരീരത്തിലുള്ള ചെവിയിൽ കൂടെ കേൾക്കുന്നു, അതെങ്ങോട്ടാണ് ചെല്ലുന്നത്? നമ്മുടെ മനസ്സിലേക്ക് ചെല്ലുന്നു, ബുദ്ധിയിൽ നമ്മൾ ഗ്രഹിക്കുന്നത്. പക്ഷേ ബുദ്ധിയിൽ നമ്മൾ ഗ്രഹിച്ചത് കൊണ്ട് നമുക്കത് ഉപകാരമായിട്ട് വരത്തില്ല. നമ്മൾക്ക് ആർക്കെങ്കിലും ഗ്രഹിക്കാത്തൊരു കാര്യമാണ്, ഭർത്താക്കന്മാർ നിങ്ങളുടെ ഭാര്യമാരെ സ്നേഹിപ്പിൻ, അവരോട് കയ്പായിരിക്കരുത്. അറിയാത്ത ആരെങ്കിലും ഇവിടെ ഉണ്ടോ? പിള്ളേരോട് ചോദിച്ചാൽ വാക്യം പറയും, കാരണം സ്ഥിരം കേട്ട് അവർക്ക് ശരിക്കും മനസ്സിലായി. പക്ഷേ അനുസരണത്തിൻ്റെ തലത്തിലേക്ക് വരാൻ പറ്റുന്നുണ്ടോ? നമുക്കറിയാവുന്ന കാര്യമാണ്, പഠിച്ച കാര്യമാണ്, മനസ്സിലായ കാര്യമാണ്. പക്ഷേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല? അനുസരിക്കാൻ പറ്റുന്നില്ല. എന്താ അതിൻ്റെ കാരണം? ഈ ബുദ്ധിയിൽ അറിയുന്ന കാര്യങ്ങളൊന്നും നമ്മുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമായിക്കണമെന്നില്ല. അത് യാഥാർത്ഥ്യമാണെന്നുണ്ടെങ്കിൽ ആ വചനം തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു വെളിപ്പാടായിട്ട് നമുക്ക് നൽകിത്തരണം, ഒരു വെളിപ്പാടിൻ്റെ തലത്തിലേക്ക് വരണം. ഇപ്പോൾ അപ്പോസ്തലനായ പത്രോസ് കർത്താവിൻ്റെ ചോദ്യത്തിന് മറുപടി പറഞ്ഞു, നീ അത്യുന്നതനായ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാ. കർത്താവ് ഉടനെ മറുപടി എന്താ പറഞ്ഞത്? പത്രോസ്, ഇത് ജഡരക്തങ്ങളല്ല, സ്വർഗസ്നായ എൻ്റെ പിതാവ് നിനക്ക് വെളിപ്പെടുത്തി തന്നെ. അപ്പോൾ ഈ നമ്മൾ പഠിച്ച വചനങ്ങൾ അന്തരാത്മാവിലൊരു വെളിച്ചമായി, ഒരു വെളിപ്പാടായിട്ട് കിട്ടുന്നിടത്താണ് അത് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുള്ളൂ. ഇപ്പം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നൊരു കാര്യം അനുസരണത്തെക്കുറിച്ചാണ്, ഇല്ലേ? റോമർ 6:1 മക്കളെ, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പിൻ, അത് ന്യായമല്ലോ, നിങ്ങൾക്ക് നന്മയുണ്ടാവാനും നിങ്ങൾ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കുക എന്നുള്ളത് വാക്തത്തോടു കൂടി ആദ്യ കൽപ്പനയാണ്. പക്ഷെ നമ്മുടെ മാതാപിതാക്കളോടുള്ള ബന്ധത്തിൽ നമ്മൾ എങ്ങനായിരുന്നു? നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ, നമ്മൾ കുഞ്ഞുങ്ങളായിരുന്നപ്പം എങ്ങനായിരുന്നു? നമുക്കറിയാൻ മേല, അറിയാമായിരുന്നു. പക്ഷെ നമ്മൾ എത്ര കാര്യങ്ങൾ അനുസരിക്കുമായിരുന്നു? നമുക്ക് ബോധിച്ചതൊക്കെ അനുസരിക്കും, ശരിയല്ലേ? നമുക്ക് ബോധിക്കാത്തതിനെ നമ്മൾ എന്ത് ചെയ്യും? തള്ളിക്കളയും. എന്നിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളിത് പറഞ്ഞു കൊടുക്കുക, നിങ്ങളുടെ അമ്മയപ്പന്മാരെ കർത്താവിൽ അനുസരിപ്പീൻ, നിനക്ക് നന്മയുണ്ടാവാനും നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാനും നിൻ്റെ അപ്പനെയും അമ്മയും ബഹുമാനിക്കണം. പക്ഷെ നമ്മൾ ബഹുമാനിച്ചിട്ടില്ല. ബഹുമാനിക്കേണ്ട രീതിയിൽ ഉണ്ടോയെന്നൊക്കെ ചോദിച്ചാൽ ഉണ്ട്. പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നത് നീ ബഹുമാനിച്ചിട്ടില്ല. നമ്മുടെ കുഞ്ഞുങ്ങളോട് നമ്മളത് പറഞ്ഞു കൊടുക്കുന്നു, അവരും നമ്മളോട് എങ്ങനെ ബഹുമാനം കാണിക്കുന്നത്?
ശരിക്കും അതൊരു യാഥാർത്ഥ്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നമ്മൾ അവരോടുള്ള ബന്ധത്തിൽ ആ ഒരു തലത്തിലായിരിക്കും നിൽക്കുന്നത്. തറുതലിയൊന്നും പറയാതെ, അവരോട് ഒച്ചയും ബഹളമൊന്നും വെക്കാതെ, അവർ പറയുന്നത് നിശബ്ദരായി കേട്ട്. വിയോജിപ്പുണ്ട് നമ്മൾ എങ്ങനെ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്? ശാന്തരായിട്ട്. ഇപ്പോൾ ഒരു കാര്യം അവർ പറഞ്ഞു, നമ്മളതെല്ലാം കേട്ട ശേഷം പറയാം, ഇനി ഞാൻ പറയട്ടെ, ഈ കാര്യത്തിൽ എൻ്റെ നിലപാട് ഇങ്ങനെ, അതുകൊണ്ട് എനിക്ക് അതുപോലെ അനുസരിക്കാൻ പ്രയാസമുണ്ട്. പക്ഷേ നമ്മൾ സാറിന് എങ്ങനെ അവരോട് പറയുന്നത്? ഇല്ലേ, നമ്മുടെ മാതാപിതാക്കളോടൊക്കെ നമ്മളെങ്ങനെ പറയാറുള്ളത്? ഒച്ചയും ബഹളമൊക്കെ വെച്ച് ഇല്ലോ, ആകപ്പാടെ പ്രശ്നമൊക്കെ ഉണ്ടാക്കി അവരെ നമ്മൾ നിശബ്ദരാക്കാൻ ശ്രമിക്കുക. അതെപ്പോഴും ജഡത്തിൽ നിന്ന് വരുന്ന ഒന്നാണ്. പക്ഷെ ആത്മാവിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ എപ്പോഴും ശാന്തതയുള്ളതായിരിക്കും, സാവധാനതയുള്ളതായിരിക്കും, സൗമ്യതയുള്ളതായിരിക്കും. വിയോജിപ്പുണ്ടെങ്കിൽ നമ്മൾ പ്രകടിപ്പിക്കും. പക്ഷെ അതിനു മുമ്പ് ആ വിയോജിപ്പിൻ്റെ സോഴ്സ്, ഉത്ഭവം നമ്മൾ കണ്ടെത്തും. ആത്മാവിൽ നിന്നുള്ള വിയോജിപ്പാണോ ജഡത്തിൽ നിന്നുള്ള വിയോജിപ്പാണോ? ഞാൻ പറഞ്ഞു വരുന്നൊരു കാര്യം, ഈ ഒരു പുതിയ സൃഷ്ടിയായിട്ട് 2 Corinthians 5:17 നമ്മൾ വായിക്കുന്ന, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാണ്, പഴയതെല്ലാം കഴിഞ്ഞുപോയി. എഫെസ്യരിൽ പറയുന്നു, മുമ്പേ നാം എല്ലാവരും നമ്മുടെ ജഡമോഹങ്ങളിൽ നടന്നു. ഈ ജഡമോഹങ്ങളിൽ നടക്കുമ്പോഴാണ് പഴയ സൃഷ്ടിയുടെ തലത്തിൽ നമ്മൾ നടക്കുന്നത്. നമ്മൾ ജഡത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിച്ചു എന്നുള്ളൊരു തെളിവെന്താ? മുമ്പ് നാം ജഡത്തിലായിരുന്നപ്പോൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? നമ്മളൊരു ജഡത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? പ്രാക്ടിക്കലി, പ്രായോഗികമായിട്ട് അന്ന് നമ്മുടെ ചിന്താമണ്ഡലം മുഴുവൻ ഈ ജഡവുമായിട്ട് ബന്ധപ്പെട്ടാണ് കിടന്നത്. മുമ്പ് നാം ജഡത്തിലായിരുന്നോ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതാ. നമ്മുടെ മനസ്സ് എവിടായിരുന്നു? ജഡത്തിലായിരുന്നു. അപ്പം ജഡത്തിൽ നമ്മുടെ മനസ്സ് വെച്ചാൽ എന്താ സംഭവിക്കുക? നമ്മുടെ മനസ്സ് ഒരു സ്പോഞ്ച് പോലാണ് നമുക്ക് ചിന്തിക്കുക. അതിപ്പോൾ ഒരു ചുമന്ന മഷിക്കകത്ത് നമ്മൾ ഈ സ്പോഞ്ച് കൊണ്ട് മുക്കിയാൽ ആ സ്പോഞ്ച് എങ്ങനെ ആയിത്തീരും? ചുമന്നിരിക്കും. നമ്മൾ ഞെക്കി കഴുകിയിട്ട് ഒരു മഞ്ഞ പെയിൻറ്റിൽ കൊണ്ട് മുക്കിയാൽ അതെങ്ങനെ ആയിരിക്കും? മഞ്ഞയായിരിക്കും. നമ്മുടെ മനസ്സിന് അങ്ങനെ ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ മനസ്സ് എവിടെ വെക്കുന്നു അതാണ് നമ്മുടെ മനസ്സ് വലിച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ജഡത്തിലായിരുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ മനസ്സെന്ന് ജഡത്തിലായിരുന്നു. അവിടെ നമുക്ക് പരിശുദ്ധാത്മാവിനാലൊരു പരിച്ഛേദന കിട്ടി. ഇപ്പം നമ്മൾ എവിടെയാണ്? ലിവിങ് ബൈബിളിൽ ജഡത്തെ അനുസരിച്ച് നടന്നാൽ മരിക്കുന്ന നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നതിൽ ജീവിക്കുക എന്നുള്ളത് ലിവിങ് ബൈബിൾ ഇങ്ങനെ പറയുന്നത്, ജഡത്തിൽ വെച്ച മനസ്സ് മരണം, ആത്മാവിൽ വെച്ച മനസ്സോ ജീവനും സമാധാനവും. അപ്പം നമ്മൾ ജഡത്തിലായിരുന്നപ്പോൾ പറഞ്ഞാൽ നമ്മുടെ മനസ്സ് എപ്പോൾ നമ്മൾ ജഡത്തിൽ വെച്ചിരുന്നോ, അപ്പം ജഡത്തിൽ വെക്കുമ്പോൾ എന്താ വരുന്നത്? ജഡത്തിൻ്റെ ചിന്തയാണ് വരുന്നത്, അല്ലേ? റോമർ 8 നമ്മൾ വായിക്കുന്ന 5, 6, 7, 8 വാക്യങ്ങളൊക്കെ വായിക്കുമ്പം ജഡസ്വഭാവമുള്ളവർ ജഡത്തിനുള്ളതും ആത്മസ്വഭാവമുള്ളവർ ആത്മാവിനുള്ളതും ചിന്തിക്കുന്നു. അപ്പോൾ ജഡത്തിൽ മനസ്സ് വെച്ചിരിക്കുന്ന ഒരാളെ നയിക്കുന്നത് ജഡമാണ്. ഇപ്പം ഈ ജഡത്തിൽ നിന്നും ആത്മീയമായിട്ട് ആത്മീയമെന്ന് തോന്നുന്ന ഒത്തിരി കാര്യങ്ങൾ വെളിപ്പെട്ട് വരും. ഈ പരീശന്മാർ അങ്ങനെയുള്ളൊരു കൂട്ടരായിരുന്നു. അവർ ആകാത്ത കാര്യങ്ങളെക്കുറിച്ചാണോ പറഞ്ഞുകൊണ്ടിരുന്നത്? അല്ല, അവർ പറഞ്ഞതെല്ലാം നല്ല കാര്യങ്ങളെക്കുറിച്ച്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ്, അവർ പറയുന്ന പോലെല്ലാം നിങ്ങൾ ചെയ്തോണം, പക്ഷെ ചെയ്യുന്ന പോലെ ചെയ്യരുത് എന്ന് പറഞ്ഞ പോലെ ഈ ജഡത്തിനും പലപ്പോഴും ബാഹ്യമായിട്ട് ഒരു ആത്മീയ പരിവേഷമുണ്ട്. ഇപ്പം നമ്മൾ സാധാരണ പറയുന്നൊരു കാര്യമുണ്ട്, ഞാൻ ഓർക്കാറുണ്ട്. എൻ്റെ വീടിനടുത്തൊരു കത്തോലിക്കക്കാരി ഒരു അമ്മച്ചി ഉണ്ടായിരുന്നു. ഒത്തിരി പ്രായം ഉണ്ടായിരുന്നു. പുള്ളിക്കാരി എന്നും രാവിലെ പള്ളിയിൽ പോകും. ഒറ്റ ദിവസം പോലും മുടക്കത്തില്ല. അത് രാവിലെ പള്ളിയിൽ പോയി, പള്ളിയിൽ നിന്ന് പ്രാർത്ഥനയെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒത്തിരി വീട് കയറിയാൽ വരിക. ഇവിടെ എല്ലാം പരദൂഷണമാണ് പറയുക. അപ്പം അവർ ഭക്തിയായ സ്ത്രീ എന്നുള്ളതിൻ്റെ തെളിവായിട്ട് പറയുന്നത് ഇന്ന അമ്മച്ചിയെ നോക്കാനാണ്. എന്തുകൊണ്ടാണ് അവർ ഭക്തയാന്ന് പറയുന്നത്? ഇന്നും പള്ളിയിൽ പോകുന്നതുകൊണ്ടാണ്. പക്ഷെ സ്വഭാവമോ ഇല്ല. നമ്മളും അങ്ങനെ ജഡം ഇങ്ങനെ നമ്മൾ വഞ്ചിക്കാം. നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം ഭക്തിയുടെ ഒരു മോഡൽ കാണും, പക്ഷേ നമ്മുടെ പ്രവൃത്തി അതിന് നേരെ വിരുദ്ധമായിരിക്കും. ഇപ്പം പരിച്ഛേദനയോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം ഫിലിപ്പിയർ 3-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം നമ്മൾ എന്താ വായിക്കുന്നത്? നാമല്ലോ പരിച്ഛേദനക്കാർ, ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. അപ്പം നമ്മൾ ആത്മാവിലായെന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ ജഡത്തിൽ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷേ നമ്മൾ ജഡത്തിലായിരുന്നപ്പോൾ നമ്മുടെ മനസ്സ് ജഡത്തിലായിരുന്നു നമ്മൾ ജഡത്തെ ആശ്രയിക്കുന്നത്.
ജഡത്തിൽ നിന്ന് വരുന്ന ചിന്തകളുടെ പിന്നാലെ നമ്മൾ പോകുന്നത്. എഫെസ്യർ നമ്മൾ വായിക്കുന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായി ചെയ്തുകൊണ്ട് പ്രകൃതിയാൽ കോപത്തിൻ്റെ. അപ്പം ജഡത്തിൽ നിന്ന് വരുന്നത് നമ്മൾ ചെയ്യുമ്പം നമ്മൾ ദൈവിക കോപത്തിന് പാത്രീഭൂതരാണ്. അതിപ്പോൾ ആത്മീയ കാര്യങ്ങളാണ് ജഡത്തിൽ നിന്ന് പറയുന്നതെങ്കിലും അത് ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ കോപപാത്രമായൊരു കാര്യമാണ്. ആത്മാവിൽ നിന്ന് വരുന്നതിന് മാത്രമേ ദൈവം സ്വീകരിക്കുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളോട് പറയുന്ന റോമർ 8 അധ്യായത്തിൽ ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിൻ്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് എവിടെ വെക്കണം? ഇനിയും ആത്മാവിൻ്റെ ചിന്ത എന്താ? ആത്മാവിൻ്റെ ചിന്തയോ ജീവനും സമാധാനമാണ്. ജഡത്തിൻ്റെ ചിന്ത മരണം. അതിന് ആത്മീയമായൊരു പരിവേഷം ഉണ്ടേ പോലും അത് മരണമാണ്. അപ്പം നമുക്കറിയാം, പത്രോസിനെ കർത്താവ് ഇങ്ങനെ പ്രശംസയൊക്കെ പ്രശംസിച്ചതിന് ശേഷം തൊട്ടടുത്ത ഭാഗത്താണ് വരുന്നത്. തനിക്ക് സംഭവിക്കാൻ പോകുന്ന ക്രൂശ് മരണത്തെക്കുറിച്ചും പീഡനത്തെക്കുറിച്ചൊക്കെ പറഞ്ഞ ഉടനെ നമ്മൾ വായിക്കുന്ന കർത്താവിനെ പത്രോസ് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. ശിഷ്യന്മാരുടെ അടുത്ത് നിന്ന് വിളിച്ച്, വന്നേ കർത്താവ്, ഞാനൊരു കാര്യം പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് എന്താ പറഞ്ഞത്? നിനക്ക് ഒരു നാളും അങ്ങനെ ഭവിക്കരുത്. കർത്താവ് എന്താ മറുപടി പറഞ്ഞു? സാത്താനെ, എന്നെ വിട്ട് പോ, നീ ദൈവത്തിനുള്ളതല്ല മനുഷ്യനുള്ളത് അത്ര ചിന്തിക്കുന്നത്. അപ്പം മനുഷ്യനുള്ള ഏറ്റവും നല്ല ചിന്തിച്ച് നോക്കി, നമ്മളാണെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ഒരാൾ നേരിട്ട് ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെ പോവാന്ന് പറഞ്ഞാൽ നമ്മളെന്ത് പറയും? ഒരിക്കലും അതിലെ പോവരുത്. പക്ഷെ അതിനെ കർത്താവ് പറഞ്ഞത്, നീ ദൈവത്തിനുള്ളതല്ല ചിന്തിക്കുന്നത്. നിൻ്റെ മനസ്സെവിടെ അല്ല ഇരിക്കുന്നത്? ആത്മാവിലല്ല ഇരിക്കുന്നത്. നിൻ്റെ മനസ്സെവിടെ ഇരിക്കുന്നത്? ജഡത്തിലാണ്. ആ ജഡത്തിൽ നിന്ന് വന്നതിൽ ഏറ്റവും നല്ലൊരു കാര്യമാണ് കർത്താവിന് അങ്ങനെയൊന്നും ഭവിക്കില്ലെന്ന് പറഞ്ഞ്. പക്ഷെ കർത്താവിനെ എങ്ങനെയാണ് കണ്ടേ? സാത്താൻ്റെ ഉപദേശമായിട്ടാണ് കണ്ടത്. സാത്താൻ എന്നെ വിട്ട് പോകും. കർത്താവ് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞു, മനുഷ്യൻ്റെ കണ്ണിന് മുമ്പിൽ ഉന്നതമായത് ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ അറപ്പാണ്. ദാവീദ് ദൈവത്തിന് നിയമപട്ടം കൊണ്ടുവരാനായിട്ട് ഒരു പുതിയ കാളവണ്ടിയൊക്കെ ഉണ്ടാക്കി അത് നിയമപട്ടം എടുത്തു വെച്ച് തെളിച്ച് യെരൂശലേമിലേക്ക് കൊണ്ടുവരുമ്പം കാള വിരണ്ട് പെട്ടകം മറിഞ്ഞു പോകുന്ന തോന്നുകയാണ്. ഉസ്സ എന്ത് ചെയ്തു? ചാടിക്കേറി തടഞ്ഞു. ഉസ്സ മറന്നുപോയൊരു കാര്യം എന്താ? ഇതിനകത്ത് ആരാ വസിക്കുന്നേ? സകലത്തിൻ്റെ സൃഷ്ടിതാഹു ദൈവനുമായ ജീവനുള്ള ദൈവം അതിനകത്തിരിക്കുന്നു. അത് മറിഞ്ഞു പോകാൻ സൂക്ഷിക്കാനുള്ള കഴിവ് ആർക്കുണ്ട്? പിന്നെ എന്തിനാ ഉസ്സ കയറി ചാടിയത്? നമ്മൾ കണ്ടെന്ന് പറയും. ഉസ്സ അന്നേരം മരിച്ചു വീണ് നമ്മൾ വായിക്കുന്നത്. നമ്മളെന്ത് പറയും? എന്നാൽ ഈ ദൈവം ഭയങ്കരനാണ് അല്ലേ? ഉസ്സ എന്തിനായി ചെയ്തേ? അത് മറിയരുന്നുള്ള നല്ല ആഗ്രഹത്തിലല്ലേ ചെയ്തേ? പക്ഷെ കിട്ടിയ ശിക്ഷ എന്തായിരുന്നു? ആ സ്പോട്ടിൽ ആള് മരിച്ചു. നമ്മളിങ്ങനെ വായിക്കും, ദാവീദ് ദൈവത്തെ, ഈ ഒരു പ്രവൃത്തിയാണ് ദാവീദ് വരണ്ടുപോയി, പേടിച്ചു പോയി. അടുത്ത കണ്ട് വീട്ടിൽ കേട്ടോ ഇതൊക്കെ കയറ്റി വെച്ച് പുള്ളി സ്ഥലം വിട്ടു. അപ്പം നമ്മളും അങ്ങനെ ഈ ചർച്ചിനോടുള്ള ബന്ധത്തിൽ ചിന്തിക്കുമ്പം നമ്മളും ഈ പറഞ്ഞ നമ്മുടെ സ്വയത്തിൽ നിന്ന് വരുന്ന ഒത്തിരി ജ്ഞാനത്തോടെ പലതും ചെയ്യുകയും പ്രവർത്തിക്കാറൊക്കെയുണ്ട്. അവിടെ ഉസ്സ ആശരികമായിട്ട് മരിച്ചു. കാരണം അതൊരു ആശരിക പെട്ടകവും ആശരികമായൊരവസ്ഥയുള്ളതായിരുന്നു. പക്ഷെ ഇന്നും ദൈവം പണിയുന്നൊരു ആത്മീയ പെട്ടകത്തെയാണ് പണിയുന്നത്, ഒരു ആത്മീയ പണിയാണ് നടത്തുന്നത്. അവിടെ നമ്മുടെ ഈ ജഡത്തിൽ നിന്ന് വരുന്ന, സ്വയത്തിൽ നിന്ന് വരുന്ന ഏറ്റവും നന്മയായ കാര്യമായിട്ട് നമ്മൾ ചെല്ലുന്നിടത്ത് ദൈവത്തിൻ്റെ കണ്ണിന് മുമ്പിൽ അത് അറപ്പുള്ള കാര്യമാണ്. അതിൻ്റെ ഉത്ഭവം എവിടുന്ന ചിന്തിച്ച് നോക്കിയേ. ഉസ്സ അങ്ങനെ ചിന്തിച്ചത് എവിടെ നിന്നാണ് ചിന്തിച്ചത്? ഒരു മാനുഷിക തലത്തിൽ നിന്നുകൊണ്ടാണ് ചിന്തിച്ചത്. അത് ദൈവികമായിട്ടുള്ള തലം മറന്നുപോയി. നമ്മളും പലപ്പോഴും ഈ ഇങ്ങനെയുള്ള പല കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കലും ഇടപെടുമ്പോഴും നമ്മൾ നിൽക്കുന്ന തലം ഈ ജഡത്തിൻ്റെ തലത്തിലാണ്. അത് ദൈവത്തിന് അറപ്പുള്ള കാര്യമാണ്. അപ്പം നമ്മളത് നല്ലതാണെന്നുകൊണ്ടാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം ഞാൻ പറയാം. നമ്മുടെ ഒരു ചെറിയ കുഞ്ഞുണ്ടെന്ന് വിചാരിക്കുക. നമ്മൾ പുറത്ത് പോയിട്ട് വരുമ്പം കൊച്ചിങ്ങനെ ചള്ളക്കകത്തൊക്കെ കളിച്ച് കോഴിത്തീട്ടമൊക്കെ വാരി അളിച്ചിരിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ അപ്പനോടുള്ള സ്നേഹം കൊണ്ട് അവിടെയുള്ളൊരു മുട്ടായി എടുത്തുകൊണ്ട് തരിക എന്ന് വിചാരിക്കുക. നമ്മളത് തിന്നുമോ? നമ്മളത് മേടിച്ചിട്ട് കളയനോട് പറയും, ഇങ്ങനെ അളിഞ്ഞ കയ്യിലുള്ളത് കൊണ്ടൊന്നും തിന്നാൻ പാടില്ല, തിന്നാൽ നമുക്ക് അസുഖമൊക്കെ വരും. നമ്മളതിനോട് വെറുപ്പുള്ളതുകൊണ്ടല്ല, നമുക്കതിനോട് പിണക്കവും ഇല്ല. പക്ഷേ അതിൻ്റെ അറിവില്ലായ്മയിൽ നിന്നാണ് അത് ചെയ്യുന്നത്. അതിന് നമ്മളുടെ സ്നേഹം പ്രദർശിപ്പിക്കുന്നത് അറിവില്ലായ്മയിൽ നിന്നാണ്. നമ്മളതിനെ സ്വീകരിക്കത്തില്ല. ആത്മീയമായ ഒരു സത്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ദൈവത്തോടുള്ള സ്നേഹത്തിൽ നിന്ന്, പക്ഷെ നമ്മുടെ അറിവില്ലായ്മയിൽ നിന്ന്, മത്സരത്തിൽ നിന്ന്, ദൈവജനത്തോടുള്ള വിധേയത്തില്ലായ്മയിൽ നിന്ന് പലപ്പോഴും നമ്മൾ പല ദൈവസന്നിധി കൊണ്ടുവരുന്നത്.
കയീനും ഹാബേലും രണ്ടുപേരും യാഗം കഴിക്കാനാണ് വന്നത്, അല്ലേ? രണ്ടുപേരും യാഗം കഴിക്കാനാവാം. നമ്മൾ പിന്നീട് വായിക്കുന്ന ദൈവം കയീനിലും അവൻ്റെ യാഗത്തിലും പ്രസാദിച്ചില്ല, ഹാബേലിലും അവൻ്റെ യാഗത്തിൽ. എന്തുകൊണ്ടായത്? അപ്പം ദൈവം നമ്മുടെ യാഗം പ്രസാദിക്കണം എന്നുള്ള ഒന്നാമത് നമ്മളിൽ പ്രസാദിക്കണം, വ്യക്തിയിൽ പ്രസാദിക്കണം. വ്യക്തിയിൽ പ്രസാദിച്ചാലേ എന്ത് പ്രസാദിക്കുകയുള്ളൂ? യാഗത്തിൽ പ്രസാദിക്കുകയുള്ളൂ. ഇപ്പം വ്യക്തിയിൽ പ്രസാദിക്കുന്നില്ലെങ്കിലോ യാഗത്തിൽ പ്രസാദിക്കത്തില്ല. ഇപ്പം നമ്മൾ റോയ് ബ്രദർ സ്വർഗപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മളെന്താ പാടിയേ? ജീവനും എൻ്റെ സർവസ്വവും നിൻ്റെ മുമ്പിൽ അർപ്പിക്കുന്നു. അങ്ങനെ അർപ്പിച്ചു കഴിഞ്ഞാൽ ബാക്കി എന്താ ഉള്ളത്? നമുക്കുള്ള ജീവനും നമുക്കുള്ളതെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇനി നമ്മുടെ കയ്യിൽ എന്താ ബാക്കിയുള്ളത്? എന്തേലും ഉണ്ടോ? ഒന്നുമില്ല. പക്ഷേ നമ്മൾ ദൈവത്തിൽ വരുമ്പോൾ അങ്ങനെയാണോ വരുന്നത്? ഒന്നുമില്ലാത്തവരെ പോലെയാണോ വരുന്നത്? എന്തൊക്കെയോ ഉള്ളവരെ പോലെയാണ് വരുന്നത്. ശരിയല്ലേ? നമ്മൾ അർപ്പിച്ചെന്ന് പറഞ്ഞാലും ഇതെല്ലാം നമ്മുടെ കയ്യിൽ തന്നെ. ഈ അർപ്പിച്ചതിൽ എവിടെയെങ്കിലും കർത്താവും തൊട്ട് നോക്കട്ടെ. നമ്മുടെ ജീവൻ അർപ്പിച്ചതാ, അല്ലേ? നമ്മുടെ ജീവനെ തൊടുന്ന രീതിയിലൊരു പ്രതിസന്ധി കൂടെ ദൈവം കടത്തി വിടുക എന്ന് വിചാരിക്കുക. നമ്മളെന്താ പറയുക? ആ പാടിയതൊക്കെ നമ്മൾ മറന്നുപോകും. നമ്മൾ ദൈവത്തിനെതിരായിട്ട് തിരിഞ്ഞു നിൽക്കും. അങ്ങനെ ദൈവം തൊട്ട ഒരാളെക്കുറിച്ച് നമുക്കറിയാം, ഇയ്യോബ്, അല്ലേ? അവനുള്ളതെല്ലാം നശിപ്പിച്ച് കളഞ്ഞു, നശിപ്പിക്കാൻ സമ്മതിച്ചു. അവൻ്റെ ശരീരത്തെ ബാധിക്കാനും സാത്താനെ അനുവദിച്ചു. അവൻ്റെ പ്രാണനെ മാത്രം നീ തുടരുതെന്ന് പറഞ്ഞു. പക്ഷേ ആ വഴിയിലൂടെ കടന്നു പോയി ഇയ്യോബ് എന്താ പറഞ്ഞു? പരാതി പറഞ്ഞോ? ദൈവത്തെ കുറ്റപ്പെടുത്തിയോ? അപ്പം പക്ഷെ നമ്മുടെ ജീവിതത്തിലാണല്ലോ, നമ്മൾ ഞെരുക്കത്തിലൂടെ കടന്നു പോകുമ്പം, ഒരു രോഗത്തിൻ്റെ വഴിയിലൂടെ കടന്നു പോകുമ്പം നമ്മളെന്താ ചെയ്യുന്നത്? ദൈവത്തിന് സ്തോത്രം പറയുകയാണോ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ്? ഒരു സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകാമെന്ന് വിചാരിക്കും. നമ്മളെന്താ ചെയ്യാറുള്ളത്? നമ്മൾ പറയും എന്നാലും ദൈവം എന്നോടെന്നാ ഇങ്ങനെ ചെയ്തേ എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്നോടങ്ങനൊന്നും ചെയ്യാൻ പാടില്ലാത്ത ഒരു വലിയ പുള്ളിയാണ് ഞാൻ. പക്ഷേ യഥാർത്ഥ സമർപ്പണത്തിൻ്റെ വഴി കടന്നു പോകുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അതിനെന്ത് ചെയ്യും? ഇയ്യോബ് പറഞ്ഞ പോലെ തന്നെ വരും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അവസാനം ചൊറിച്ചിൽ സഹിക്കാൻ വയ്യാണ്ട് ചിരണ്ടിക്കൊണ്ടിരിക്കുന്ന ഇയ്യോബിൻ്റെ അടുക്കൽ ഇയ്യോബിൻ്റെ ഭാര്യ വന്നിട്ട് എന്താ പറഞ്ഞത്? എന്തിനാ ഇങ്ങനെ ദൈവത്തെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ തേച്ച് കളഞ്ഞിട്ട് പോയി മരിക്കേ. ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ഈ അളിഞ്ഞു നാറ് നിങ്ങൾ എന്തിനാണ് ജീവിച്ചിരിക്കുന്നത്? പോയി ചത്തുകള മനുഷ്യാന്നാ പറഞ്ഞത്. ഇയ്യോബിൻ്റെ മറുപടി എന്തായിരുന്നു? അവിടെ അത് തന്നെയായിരുന്നു. അത്യുന്നതനായാലും നമുക്ക് നന്മ മാത്രമല്ല തിന്മയും സ്വീകരിക്കത്തില്ല. ഇതിലൊന്നിലും ദൈവത്തെ കുറ്റപ്പെടുത്തിയില്ലെന്നാണ് വായിക്കുന്നത്. പക്ഷെ നമ്മുടെ ദിനംപ്രതിയുള്ള ജീവിതത്തെ ഒന്ന് ചിന്തിച്ച് നോക്കും. നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായി, ആഗ്രഹത്തിന് വിരുദ്ധമായി എന്തെങ്കിലും ഒന്ന് സംഭവിച്ചോട്ടെ നമ്മളെന്താ ആദ്യം ചെയ്യുന്നത്? ആദ്യം കുറ്റപ്പെടുത്തുന്നത് ദൈവത്തെ, അല്ലേ? ഞാനിതുപോലെ ദൈവത്തിന് വേണ്ടി നിന്നിട്ട്, അപ്പോൾ സങ്കീർത്തനക്കാരൻ പറഞ്ഞ പോലെ അവരുടെ ദേഹം തടിച്ച് ഉരുണ്ടിരിക്കുന്നു, അവർക്ക് വേദന ഒട്ടുമില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മൾ അങ്ങോട്ട് നോക്കിയിട്ട് ദൈവത്തെ കുറ്റപ്പെടുത്തുന്നവരായിട്ടായിരിക്കും. അത് കാണിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ദൈവത്തെക്കുറിച്ചുള്ള യഥാർത്ഥ അനുഭവത്തിലേക്ക് നമ്മൾ വന്നിട്ടില്ല. നമുക്കൊരു ബാഹ്യമായൊരു അറിവുണ്ട് ദൈവത്തെക്കുറിച്ച്, പക്ഷേ വ്യക്തിപരമായിട്ട് നമ്മൾ ദൈവത്തെ ഇതുവരെ അറിഞ്ഞിട്ടില്ല. അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുക? തെളിവെന്താ? ദൈവത്തെ നമ്മളങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മേലൊരു സ്തുതിയുടെ ആത്മാവുണ്ടായിരിക്കും. അനുകൂല സാഹചര്യങ്ങളിലും പ്രതികൂല സാഹചര്യങ്ങളിലും നമ്മൾ ദൈവത്തെ സ്തുതിക്കുന്നവരായിരിക്കും. നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകാനായിട്ട് ദൈവം അനുവദിക്കുന്ന എല്ലാ വഴികളിലും നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നവരായിരിക്കും. അത് നന്മയാണേലും തിന്മയാണേലും, ലാഭമാണേലും നഷ്ടമാണേലും, ജീവനാണേലും മരണമാണേലും. പക്ഷെ നമ്മൾ അങ്ങനത്തെ തലത്തിൽ, ആ തലത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? നമ്മുടെ ആന്തരിക തലത്തിൽ ദൈവത്തോടുള്ള മനോഭാവം എന്താ? ഒരു ഭാഗത്ത് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എബ്രായത്തിൽ, നമ്മുടെ ദൈവം, യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞ ദൈവം സ്നേഹം തന്നെ. അവിടെ ലേഖനകർത്താവ് എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്മുടെ ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാ, അല്ലേ? അങ്ങനെ പറഞ്ഞു. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? എന്തിനാണ് ദഹിപ്പിച്ച് കളയുന്നത്? നമ്മളെ ദഹിപ്പിക്കുമെന്നല്ല പറഞ്ഞു. നമ്മളിലുള്ള ദൈവത്തിന് വിരോധമായ എല്ലാത്തിനെയും ദൈവം ദഹിപ്പിച്ച് കളയുന്ന. ഇപ്പം ഇയ്യോബ് വളരെ സമ്പന്നനായിരുന്നു,
അല്ലെ അറിയപ്പെടുന്ന ഒരു ധനവാനായിരുന്നു. ദേശത്ത് ഇയ്യോബ് എന്ന് പറയുന്നൊരു മനുഷ്യൻ ബഹു സമ്പന്നനായിരുന്നു. അത് മുഴുവൻ എടുത്തു കളഞ്ഞപ്പോഴും ആ മനുഷ്യനെ ഇതെല്ലാം ബാധിച്ചിരുന്നു, ഈ സമ്പത്തോ ഇതെല്ലാം ബാധിച്ചിരുന്നു? ഒന്നും ബാധിച്ചിരുന്നില്ല. ഉള്ളപ്പോഴും അവൻ ദൈവത്തെ സ്തുതിച്ചു. ഇതെല്ലാം പോയി താൻ പറഞ്ഞ നഗ്നനായിട്ട് അമ്മയുടെ വയറ്റിൽ നഗ്നനായിട്ട് പോകുമെന്നൊക്കെ പറഞ്ഞ് ചിരണ്ടിക്കൊണ്ടിരിക്കുമ്പോഴും അവൻ എന്താ ചെയ്യുന്നത്? ദൈവത്തെ സ്തുതിച്ച് നമ്മൾ വായിക്കുന്നത്. നമ്മുടെ അനുകൂല സാഹചര്യങ്ങളിൽ അല്ലേ, നമ്മുടെ കഴിഞ്ഞ ആഴ്ചത്തെ നമ്മുടെ ഭൗതിക ജീവിതത്തോടുള്ള ബന്ധത്തിൽ സാമ്പത്തിക പ്രതിസന്ധികൾക്ക് പരിഹാരം കണ്ടു, രോഗത്തിന് സൗഖ്യം കിട്ടി, ഒത്തിരി നന്മകളൊക്കെ കിട്ടി. അന്ന് നമ്മൾ ഞായറാഴ്ച കയറി വരുമ്പോഴേ നമ്മുടെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട്, സന്തോഷമുണ്ട്. അന്ന് നമുക്ക് പാട്ടൊക്കെ നല്ല ഉഷാറായിട്ട് പാടും ഇല്ലേ. പക്ഷേ അടുത്ത ആഴ്ച വിരുദ്ധമായ തലത്തിലൂടെ പോയത്. നമ്മൾ വരുമ്പോഴേ അറിയാം നമ്മുടെ മുഖത്തേക്ക് നോക്കുമ്പം സന്തോഷമൊന്നുമില്ല, ഉള്ളിൽ പിറുപിറുപ്പാണ്. പാട്ടെല്ലാവരും പാട്ട് പാടുമ്പോൾ നമ്മളെന്താ ചെയ്യുന്നത്? പുറത്ത് കേൾക്കാത്ത പോലെ പാടും. പാടാൻ മനസ്സില്ല, പിന്നെ അടുത്തിരിക്കുന്നവൾ എന്ത് വിചാരിക്കുന്നു ഓർത്ത് പാടുന്നു. നമുക്കൊന്നുമില്ല. അത് കാണിക്കുന്നൊരു കാര്യം നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടില്ലെന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പാടാറുണ്ടല്ലോ, സന്താപകാലത്തും സന്തോഷകാലത്തും. പക്ഷെ നമ്മൾ പാട്ടിൽ അങ്ങനെയൊക്കെയുള്ളൂ, നമ്മുടെ അനുഭവത്തിൽ അതുണ്ടോ? യഥാർത്ഥത്തിൽ നമ്മൾ ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു സ്തുതിയുടെ ആത്മാവുണ്ടാവും. അപ്പം ആ നിലയിലൊരു വ്യത്യാസം നമ്മളിലുണ്ടോ ഇല്ലയോ? വിശ്വാസത്തിൻ്റെ തലത്തിൽ നടക്കുമ്പോൾ നമ്മൾ വിശ്വാസവീരന്മാരോടുള്ള ബന്ധത്തിൽ പറയുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത്, ഇസ്രായേൽ മക്കൾ നദിയുടെ നടുവിലൂടെ ഉണങ്ങിയ നിലത്തൂടെ കടന്നുപോയി. ഫറവോനും സൈന്യം ചെയ്യാൻ നോക്കിയിട്ട് എന്തു പറ്റി? അവർ മുങ്ങിപ്പോയി. യഥാർത്ഥ വിശ്വാസമുണ്ടെങ്കിൽ നമ്മൾ പ്രതികൂലങ്ങളുടെ മധ്യേ കൂടെ വിജയകരമായിട്ട് അക്കരെ ചെല്ലും. പക്ഷെ നമ്മുടെ വിശ്വാസം വ്യാജമാണ്, എന്തു ചെയ്യും? ആ പ്രതികൂലങ്ങളിൽ നമ്മൾ മുങ്ങി ചാകും. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം ആശരീകമായൊരു മരണമല്ല, ആത്മീയമായിട്ട് പിറുപിറുക്കുകയും പരാതി പറയുകയും കൈപ്പോടിരിക്കുകയും ദൈവത്തെ കുറ്റപ്പെടുത്തുകയും ഇങ്ങനത്തെ അനുഭവങ്ങളിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുന്നുണ്ട് നമ്മുടെ ജീവിതത്തിൽ. നമ്മൾ യഥാർത്ഥ ദൈവത്തെ അറിഞ്ഞവരാണെങ്കിൽ ഒരു വിജയത്തിൻ്റെ വഴിയിലായിരിക്കും നമ്മൾ നടക്കുന്നത്. പോരാട്ടമില്ലെന്നുള്ളതല്ല. കഴിഞ്ഞ ദിവസം ഞങ്ങൾ ബേബിസോറിനെ സന്ദർശിക്കാൻ ബേബിസോറിൻ്റെ വീട്ടിൽ ഞങ്ങൾ പോയിരുന്നു. അപ്പം ബ്രദർ പറയായിരുന്നു, ഒരു ഭയങ്കര പോരാട്ടമുണ്ട്. നമ്മൾ ദൈവിക ജീവൻ നമ്മൾ വന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഈ പോരാട്ടം. പാപത്തോടുള്ള പോരാട്ടം നമ്മൾ ആരംഭിക്കുന്നു. പാപം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താ പെട്ടെന്ന് ചിന്ത വരുന്നത്? പരീക്ഷൻ്റെ പ്രാർത്ഥന അല്ല, ഇവനെ പോലെ ഒന്നും അല്ല ഞാൻ തന്നെ ശ്രദ്ധിക്കുന്നതല്ല. പാപം എന്ന് പറയുമ്പം പാപത്തിൻ്റെ പ്രതിഫലനമാണ് പിറുപിറുപ്പെന്ന് പറയുന്നത്. പരാതി, നന്ദിയില്ലാത്ത അവസ്ഥ, ഇതെല്ലാം പാപം നമ്മളിലുണ്ടെന്നുള്ളൊരു തെളിവാണ്. അല്ലെങ്കിൽ നമ്മൾ എന്തു ചെയ്യും? നന്ദിയുള്ളവരായിരിക്കും, സ്തോത്രം ചെയ്യുന്നവരായിരിക്കും. യശയ്യാപ്രവചനം 60 അധ്യായത്തിൽ 61 അധ്യായത്തിലാണ് ഇങ്ങനെ നമ്മൾ വായിക്കുന്നു, വിഷണ്ട മനസ്സിന് പകരം സ്തുതി എന്ന മേലാട, അല്ല മേൽവസ്ത്രം. സ്തുതി എന്ന മേൽവസ്ത്രം എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? നമ്മളെല്ലാം വിഷണ്ട മനസ്സെന്ന് പറഞ്ഞാൽ പരാതിയും പിറുപിറുപ്പും കുറ്റപ്പെടുത്തലൊക്കെ ആയിട്ട് ജീവിച്ചവരാണ്. നമ്മളെ കണ്ടവരെല്ലാവരും അങ്ങനെ ആയിരുന്നു. ഇല്ല, നമ്മുടെ വിക്ടർ ബ്രദർ കഴിഞ്ഞ ദിവസം സംസാരിച്ചപ്പോൾ നിങ്ങൾ മിക്കവാറും പേരും അതിനകത്ത് കയറിയില്ല. എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ നോക്കുമ്പോൾ ആകപ്പാടെ നമ്മുടെ രാജ്യസിസ്റ്ററേയും സുജോ ബ്രദറിനെ മാത്രമേ കണ്ടുള്ളൂ. വേറെ ആരെങ്കിലും കയറി തമ്പി ബ്രദറിനെയും കണ്ടു ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ബ്രദർ പറഞ്ഞൊരു കാര്യമുണ്ട്. 5 പെൺമക്കൾ വന്നിട്ട് യോശുവയുടെ അടുത്ത് നിന്ന് പറയുന്നുണ്ട്, അല്ലേ, ഞങ്ങളുടെ അപ്പൻ കോരഹിൻ്റെ മത്സരത്തിൽ നശിച്ചു പോയ ആളല്ല, അവൻ സ്വന്തം പാപത്താലാണ് നശിച്ചു പോയത്. ആ സ്വന്തം പാപം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതിനെക്കുറിച്ച് ബ്രദർ പറഞ്ഞു. അത് പിറുപിറുപ്പായിരുന്നു. രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റിട്ട് പറയും, എന്തൊരു കഷ്ടമാണെന്ന് വിചാരിച്ചു. ഒന്ന് ഉറങ്ങാമെന്ന് വെച്ചാൽ ഉറങ്ങാൻ പറ്റത്തില്ല. എന്താ കാരണം? ഉറങ്ങിയാൽ മന്ന പെറുക്കാൻ പോകാൻ പറ്റത്തില്ല. നമുക്കറിയാം, സൂര്യൻ ഉദിച്ച് ചൂടായാലിത് ഉരുകിപ്പോവും. അതിന് മുമ്പ് പെറുക്കണം, അല്ലേ? അതിനെക്കുറിച്ച് പിറുപിറുക്കുന്നു. എപ്പോഴും ഈ മക്കൾ ഈ അപ്പനെ കണ്ട കാര്യം എന്താ? എന്തിനെക്കുറിച്ചും പിറുപിറുപ്പ്. എല്ലാവരും ഭാര്യയെക്കുറിച്ച് പിറുപിറുപ്പ്, ഭർത്താവിനെക്കുറിച്ച് പിറുപിറുപ്പ്, മക്കളെക്കുറിച്ച് പിറുപിറുപ്പ്, ബന്ധുമിത്രാദികളെക്കുറിച്ച്, സഹോദരി സഹോദരന്മാരെക്കുറിച്ച്, എന്ത് കാര്യം എന്താണേലും ഒരു പിറുപിറുപ്പിൻ്റെ ആത്മാവ്. ആ മേലാട എന്താ? വിഷണ്ട മനസ്സിൻ്റെ മേലാട ഈ പിറുപിറുപ്പിൻ്റെ ഒരു മേലാടയാണ്. പക്ഷെ കർത്താവ് നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരുത്തി കഴിയുമ്പോൾ അവിടെ സ്തുതി എന്ന ഒരു മേലാടയാണ് വരുന്നത്. എല്ലാറ്റിനും വേണ്ടി സ്തോത്രം ചെയ്യുക, അനുകൂലമാണേലും പ്രതികൂലമാണേലും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളും ഭാര്യമാരൊക്കെ നോക്കുമ്പോൾ നമ്മളെക്കുറിച്ച് അവരുടെ അഭിപ്രായം എന്താ?
ഈ മനുഷ്യന് പിറുപിറുപ്പുകാരനും മത്സരിയും ശാഠ്യക്കാരനുമാണെന്നാണോ, അതോ സ്തുതിയും നന്ദിയും സ്തോത്രമൊക്കെ ഉള്ളൊരു മനുഷ്യനെന്നാണോ? നമുക്ക് നമ്മളെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ ആയിരിക്കും അല്ലേ? മനുഷ്യൻ്റെ പ്രത്യേകതയാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ ഞാനൊരു നല്ല മനുഷ്യനാണെന്നാണ് ചിന്തിക്കാറുള്ളത്. സഹോദരിമാരും അങ്ങനെ ചിന്തിക്കാറുള്ളത്. ഭർത്താവ് ആൾ മോശം, പക്ഷേ ഞാൻ ഒരു നല്ല സ്ത്രീയാണെന്നാണ് ചിന്തിക്കാറുള്ളത്. ഭർത്താക്കന്മാർ പറയും ഞാൻ വളരെ നല്ല ആളാണ്, പക്ഷേ എൻ്റെ സഹോദരി ശരിയല്ലെന്നാണ് ചിന്തിക്കുന്നത്. എപ്പോഴും നമുക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം. പക്ഷേ ദൈവം എന്താ അഭിപ്രായം പറയും നമ്മളെക്കുറിച്ച്? അല്ലെ നമ്മളെ കാണുന്ന മറ്റുള്ളവർ, നമ്മുടെ അയലോക്കംകാർ നമ്മളെക്കുറിച്ച് എന്താ പറയുന്നത്? ഇവൻ യഥാർത്ഥ ക്രിസ്ത്യാനിയാണ്, അവനൊന്നിനു വേണ്ടി പോരാടാറില്ല, അങ്ങനെ പറയാറുണ്ടോ? അതോ അവൻ്റെ പറമ്പിൻ്റെ അതിലേ കയറിയാൽ മതി, അവൻ കല്ലുപെറുക്കി എറിയും. ഇപ്പം അവൻ്റെ പറമ്പിൽ കൂടെ നടന്നു പോകുമ്പോൾ കാലത്ത് ചൊറിയാൻ കുനിഞ്ഞാലും അവൻ ഓടിക്കും, നീ എന്നാടാ എടുക്കാൻ പോകുന്നതെന്ന്. അങ്ങനെയാണോ നമ്മളെക്കുറിച്ച് മറ്റുള്ളവർക്ക് നമ്മളെക്കുറിച്ചുള്ള അഭിപ്രായം? അങ്ങനെ ഒരു കാലത്തുണ്ടായിരുന്നു, അങ്ങനെ അഭിപ്രായം ഉണ്ടായിരുന്നു, സത്യം ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷെ നമ്മൾ ഒരു പുതിയ സൃഷ്ടിയായതിനു ശേഷം മറ്റുള്ളവർ നമ്മളോട് പറയാറുണ്ടോ ഇപ്പം പണ്ട് അങ്ങനെയൊക്കെയായിരുന്നു, പക്ഷെ ഇപ്പോൾ ആള് ഒത്തിരി മാറ്റം വന്നു, അങ്ങനെ പറയുന്നുണ്ടോ നമ്മളെക്കുറിച്ച്? പണ്ടെപ്പം കണ്ടാലും നിരാശയും പരാതിയും പിറുപിറുപ്പും ശാപവും ആകാത്ത വാക്കുകളൊക്കെ ആയിരുന്നു. പക്ഷെ എപ്പം കണ്ടാലും ആൾ സന്തോഷവാനാണ്, എപ്പോഴും സ്തോത്രം പറയുന്നു, പിറുപിറുപ്പില്ല, എപ്പോഴും അനുഗ്രഹിക്കുന്നൊരു മനോഭാവം ഉള്ളത്, കരുണ കാണിക്കാനായിട്ട് തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയൊക്കെ നമ്മളെക്കുറിച്ച് പറയാറുണ്ടോ? അതാദ്യം എവിടെ പറയണ്ടേ? സുവിശേഷത്തിൻ്റെ സാക്ഷി ആദ്യം എവിടെ പ്രസംഗിക്കാൻ തുടങ്ങുന്നത്? ഫേവേ പറയാമോ? കർത്താവ് പറഞ്ഞ സുവിശേഷം ആദ്യം എവിടെ പ്രസംഗിക്കപ്പെടുമെന്നാ അറിയില്ല. സമയം ആദ്യം യെരുശലേമിൽ, യഹൂദിയിൽ, ശമരിയിൽ, പിന്നെ ലോകത്തിൻ്റെ അറ്റത്തോളം. ആ യെരുശലേം എന്ന് പറയുമ്പോൾ ആത്മീയ അർത്ഥത്തിലേതാ? നമ്മുടെ വീട്ടിലാണ്. ആദ്യം സുവിശേഷം വീട്ടിലാണ്. നമ്മളെക്കുറിച്ച് നമ്മുടെ ഭാര്യയും മക്കളൊക്കെ ഒരു സുവിശേഷം, നല്ല വിശേഷം പറയാൻ തുടങ്ങുന്നു. എൻ്റെ അപ്പനല്ല, എൻ്റെ ഭർത്താവ് ഇങ്ങനത്തെ ഒരു വല്ലാത്ത മനുഷ്യനായിരുന്നു, പക്ഷെ ദൈവം ആ മനുഷ്യനെ രൂപാന്തരപ്പെടുത്തി. ഇപ്പം ഭയങ്കര സന്തോഷവാനാണ്, ഒന്നിനും കുറ്റപ്പെടുത്തില്ല, പരാതികളില്ല, ഞങ്ങളുടെ നേരെ ആക്രോശിച്ചുകൊണ്ട് ചാടി വരത്തൊന്നുമില്ല. മറ്റേ മനുഷ്യനെടുത്തൊരു വർത്താനം പറയാൻ പോലും പറ്റത്തില്ലായിരുന്നു. അങ്ങോട്ട് ചെന്ന ഉടനെ തന്നെ കടിക്കാൻ വരുന്ന പട്ടിയെ പോലെ ചാടി വരുമായിരുന്നു. പക്ഷേ ആളിപ്പം ഭയങ്കര രൂപാന്തരപ്പെട്ടു. ഇപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും ചെന്ന് പറയാം, എത്ര നേരം വേണം പറയാം. പ്രതികരണമൊക്കെ വളരെ താന്ന നിലയിലാണ്. ആദ്യം യെരുശലേമിലായി നടക്കേണ്ടത്. പിന്നെ അവിടുന്ന് യഹൂദ, നമ്മുടെ ചുറ്റുപാടുകളിലേക്ക്, അയലോക്കത്തോട്ടൊക്കെ ചെല്ലുന്നു. പിന്നെ ശമരിയ, നമ്മുടെ ആ പ്രദേശത്തെല്ലാം നമ്മളെക്കുറിച്ചുള്ള സാക്ഷി എത്തുന്നു. പിന്നെ ലോകത്തിൻ്റെ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞാൽ നിങ്ങളെക്കുറിച്ചുള്ള, നിങ്ങളുടെ വിശ്വാസ സ്നേഹത്തെക്കുറിച്ചുള്ള സാക്ഷ്യം ലോകത്തെല്ലായിടത്തും എത്തിയെന്ന് പറഞ്ഞതുപോലെ. പക്ഷെ നമുക്ക് പലപ്പോഴും ഈ ഒരു തലത്തിലേക്ക് നമ്മുടെ കണ്ണുകളെ തുറക്കാനായിട്ട് കഴിയുന്നില്ല. നമ്മുടെ സുവിശേഷം വെറും വാക്കിലാണ്. ദൈവരാജ്യത്തെക്കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? വാക്കിലല്ല, ശക്തിയിലാണ്. പക്ഷെ നമ്മുടെ സുവിശേഷം വെറും വാക്കിലാണ്, വെറും വാക്കി മാത്രമേ ഉള്ളൂ. അപ്പോസ്തലൻ പറഞ്ഞു, സുവിശേഷത്തെക്കുറിച്ച് എനിക്ക് ലജ്ജയില്ല, വിശ്വസിക്കുന്ന ഏവർക്കും ആദ്യം യഹൂദനും പിന്നെ യവനും അത് രക്ഷയ്ക്കായി ദൈവശക്തിയാണ്. ഇപ്പം നമ്മുടെ ഉള്ളിലാണ് സുവിശേഷം ആദ്യം ഒരു രക്ഷ ഉണ്ടാക്കുന്നത്. ഈ പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പരാതികളിൽ നിന്ന്, കയ്പിൽ നിന്ന്, വെറുപ്പിൽ നിന്ന്, വിദ്വേഷത്തിൽ നിന്ന്, ദുർമോഹങ്ങളിൽ നിന്ന്, ധനമോഹത്തിൽ നിന്ന്, ഈ മോഹങ്ങളിൽ നിന്നെല്ലാം സുവിശേഷം ആദ്യം നമ്മളെ രക്ഷപ്പെടുത്തുന്നു, നമ്മുടെ ജീവിതം രൂപാന്തരപ്പെടുന്നു. അതുകൊണ്ടാണ് പറഞ്ഞു ഈ സുവിശേഷത്തെക്കുറിച്ച് ലജ്ജയില്ല. അങ്ങനെ നമ്മൾ സ്വതന്ത്രമായി കഴിഞ്ഞാൽ, നമ്മൾ അങ്ങനെ ബന്ധനത്തിൽ കിടക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ എന്താ പറയുന്നത്? ഞാനും നിന്നെ പോലായിരുന്നു, പക്ഷേ സുവിശേഷം എന്ത് ചെയ്തു? എന്നെ രക്ഷിച്ചു. ഞാൻ വീട്ടിൽ ഭാര്യയുമായിട്ട് എപ്പോഴും ശണ്ട കൂടുന്നൊരു മനുഷ്യനായിരുന്നു, പക്ഷെ ഭർത്താവ് എന്നെ രൂപാന്തരപ്പെടുത്തി. ഇന്ന് ഞാൻ ഭാര്യയുമായിട്ട് സമാധാന ബന്ധത്തിലാണ് ജീവിക്കുന്നത്. അല്ലെ മക്കളോടുള്ള ബന്ധത്തിൽ ഞാനൊരു പ്രശ്നക്കാരനായിരുന്നു, മക്കൾക്കൊന്നും എന്നെ കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു, പക്ഷെ ഇന്ന് മക്കൾക്ക് എന്നെ വലിയ കാര്യമാണ്. സുവിശേഷം നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ആദ്യം ഒരു രൂപാന്തരം വരുത്തേണ്ടത്. അങ്ങനത്തെ സംഭവം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ സഹോദരന്മാരെ? ഉണ്ടോ? നമ്മളെ തന്നെ ശോധന ചെയ്യണം. ഒരിക്കലും ഞാൻ ഒരു ഭാര്യയും ഭർത്താവുമായിട്ട് അവരങ്ങനെ നമ്മുടെ വീട്ടിലൊരു പ്രാർത്ഥനയ്ക്ക് വന്നു. അപ്പം ഭർത്താവ് ഈ ഭാര്യയെക്കുറിച്ച് സാക്ഷി പറഞ്ഞു. ഇവിടെ രക്ഷിക്കപ്പെട്ടതിന് ശേഷം മറ്റേ ഞാൻ എന്നാ പറഞ്ഞാലും അനുസരിക്കുകയില്ലായിരുന്നു.
ഇപ്പോൾ അവൾ തിരിഞ്ഞൊന്നും പറയില്ല, അതുപോലെ അനുസരിക്കുക. എല്ലാത്തിനും ഒച്ചയും ബഹളം ഉണ്ടാക്കുമായിരുന്നു. ഇപ്പോൾ ആൾ വളരെ സൈലൻ്റായി. എല്ലാത്തിനെക്കുറിച്ചും പരാതി പറയുമായിരുന്നു. ഇപ്പോൾ ഒരു പരാതിയില്ല. ഒരു ഭർത്താവ്, പുള്ളി രക്ഷിക്കപ്പെട്ടതല്ല, പുള്ളി പറയുന്നൊരു സാക്ഷിയായി ഭാര്യയെക്കുറിച്ച്. അതുകൊണ്ട് പുള്ളി പറഞ്ഞു, അത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് എതിർക്കാൻ പറ്റിയില്ല. ഞാനും അവളുടെ കൂട്ടത്തിൽ ആ പ്രാർത്ഥനയ്ക്ക് പോകാൻ തുടങ്ങി. അപ്പോൾ സുവിശേഷം യഥാർത്ഥിച്ച് ചെയ്യുന്നൊരു പ്രക്രിയ അതാണ് നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തുന്നത്. മുമ്പ് നാം ജഡത്തിലായിരുന്നപ്പോൾ അത് പോയി, പഴയതൊക്കെ കഴിഞ്ഞു പോയി. ഇന്ന് പിന്നെ നമ്മൾ എവിടെയാണ്? ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു. നമ്മുടെ സ്വഭാവം വ്യത്യാസപ്പെട്ടു. നമ്മൾ കർത്താവിൻ്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുന്നു. നമ്മളെ കാണുന്ന ആൾ നമ്മൾ ആരെയാണ് കാണുന്നത്? കർത്താവിനെ കാണുന്നു. പിന്നെ യഥാർത്ഥത്തിൽ ഒരു ദൈവ പൈതലാണ്. അത് നമ്മുടെ പ്രവൃത്തിയിൽ നിന്നാണ് വരേണ്ടത്. പക്ഷെ നമ്മുടെ ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെപ്പോഴും ഈ വാക്കുകൊണ്ടാണ് ചിലതൊക്കെ സൃഷ്ടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്. വാക്കല്ല അതിൻ്റെ തെളിവ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു രൂപാന്തരം നമ്മുടെ പ്രവൃത്തിയാണ്, അല്ലേ? അമ്മായിമ്മയും മരുമോളുമായുള്ള ബന്ധത്തിൽ ഇപ്പോൾ സ്വന്തം മകളെ നോക്കിക്കാണുന്ന പോലെ മരുമക്കളെ കാണാൻ കഴിയുന്ന എത്ര അമ്മമാരുണ്ട്, അല്ലേ? സ്വന്തം മകളെ എന്നാക്കെ കോപ്രാഞ്ഞ് ഒപ്പിച്ചാലും അതൊക്കെ ക്ഷമിക്കും, പോട്ടടി സാരമില്ല എന്നൊക്കെ പറയും. പക്ഷെ മരുമോളാണേലോ ഒരു വാക്ക് പറഞ്ഞാൽ സഹിക്കല്ലോ, പിന്നെ ആഹാ നീ അത്രയ്ക്കായോ. അത് കാണിക്കുന്ന ആ പഴയത് അങ്ങനെ തന്നെ ഇവിടെ ഇരിക്കുന്നതാ. പഴയതൊന്നും മാറിയിട്ടില്ല. പഴയത് മാറിയിട്ടുണ്ടെങ്കിൽ മരുമോളെ ആരായിട്ട് കാണും? മകളായിട്ട് കാണും. ദൈവം നമ്മുടെ ഉള്ളിൽ വരുത്തുന്ന ഒരു മാറ്റമാണ്. അങ്ങനത്തെ ഒരു പ്രക്രിയ നമ്മുടെ ഉള്ളിൽ സംഭവിക്കുന്നുണ്ടോ? നമ്മുടെ മോളോട് കാണിക്കാൻ കഴിയുന്ന കരുണയും ദീർഘക്ഷമയും മരുമോളോട് കാണിക്കാൻ കഴിയുന്നുണ്ടോ? സുവിശേഷം ചെയ്യുന്നൊരു പ്രവൃത്തി അതാ. രണ്ടുപേരെ ഒരുപോലെ കാണാനും ഒരുപോലെ പ്രതികരിക്കാനും എന്താക്കണം? നമ്മുടെ ഉള്ളിൽ ഒരു പുതിയ ഹൃദയം, പുതിയൊരു മാറ്റം വരുത്തും. ഇന്ന് പകൽക്കാലം നമ്മൾ ഒന്നിച്ചായിരിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ ശോധന ചെയ്യാം. ഈ നിലയിലൊരു മാറ്റം നമ്മുടെ ഉള്ളിൽ നടക്കുന്നുണ്ടോ? അത് നടക്കുന്നില്ലെങ്കിൽ നമ്മൾ ഓടുന്നത് അധ്വാനിക്കുന്നതെല്ലാം വെറുതെയാണ്. പക്ഷേ അതാണ് നമ്മൾ ലക്ഷ്യമാക്കേണ്ട ഒരു കാര്യം. കർത്താവെ, എന്നെ മാറ്റിയേ മതിയാവും, എന്നെ നിരൂപാന്തരപ്പെടുത്തണം, എൻ്റെ സ്വഭാവത്തിന് വ്യത്യാസം വരുത്തണം, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്ന കർത്താവ് എന്ന് പറഞ്ഞ് നമുക്ക് നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കാം. നമുക്കറിയാം വചനത്തോടുള്ള പദ്ധതി യാക്കോബോസിൽ എന്താ പറഞ്ഞത്? സ്വാഭാവികമാം മുഖം കണ്ണാടിയിൽ കാണുന്ന മനുഷ്യനോട് തുല്യൻ. അപ്പം നമ്മൾ സ്വാഭാവികം കണ്ണാടി കണ്ട് എന്താ ചെയ്യുന്നത്? രാവിലെ എവിടെയെങ്കിലും യാത്ര ചെയ്യാൻ നേരത്തെ നമ്മൾ കുറച്ചു നേരം കണ്ണാടി മുമ്പ് പോയി നോക്കും. ചീപ്പെടുത്ത് തലയൊക്കെ ചീകി, ഇല്ലേ, ഇച്ചിരി പീളയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ അതൊക്കെ തുടച്ച് കളഞ്ഞ് മുഖമൊക്കെ ഒന്ന് വീണ സോപ്പിട്ട് കഴുകി വൃത്തിയാക്കി ക്ലിയറായിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നത്. ഇന്ന് പകലിൽ സംഭവിച്ചതാണ്. ദൈവമെന്ന കണ്ണാടിയുടെ മുമ്പിൽ നമ്മൾ നമ്മളെ തന്നെ കണ്ടു. ഇനി നമ്മളെന്താ ചെയ്യില്ലേ? അവൻ്റെ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെത്താൻ നിർമ്മലീകരിക്കും. നമ്മളെ തന്നെ നിർമ്മലീകരിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്ന പരിശുദ്ധാത്മാവൻ. നമ്മൾ പരിശുദ്ധാത്മ കർത്താവ്, എൻ്റെ ഇന്ന തലത്തിൽ ഈ ശുദ്ധീകരണത്തിൻ്റെ ആവശ്യമുണ്ട്, ഈ ഭാഗത്ത് എനിക്കൊരു കഴുകലിൻ്റെ ആവശ്യമുണ്ട്, ഇവിടെ എനിക്ക് അനുസരിക്കാൻ ആവശ്യമുണ്ട്. അങ്ങനെ നമ്മൾ തന്നെ കർത്താവിനോട് പറയുക, ഇതേ കർത്താവ്, ഞാൻ നിൻ്റെ അടുക്കിലേക്ക് വരുന്നു. നമ്മളത് കണ്ടിട്ട് നിരാശപ്പെടുക. ആരെങ്കിലും കണ്ണാടി കണ്ട് നിരാശപ്പെടാറുണ്ടോ? പണ്ടൊക്കെ ഞാൻ നിരാശപ്പെട്ടിട്ടുണ്ടായിരുന്നു. എൻ്റെ ഈ നിറത്തിൻ്റെ പേരിൽ കണ്ണാടി കാണുമ്പോൾ എനിക്ക് ആകെ ഒരു നിരാശ വരും. പക്ഷേ ദൈവം എന്നെ രൂപാന്തരപ്പെടുത്തി. കാരണം ദൈവം എന്നെ ഈ നിലയിലാണ് സൃഷ്ടിക്കാൻ ആഗ്രഹിച്ചത്. ഈ നിലയിൽ സൃഷ്ടിച്ചിട്ട് ദൈവേഷ്ടം എൻ്റെ ജീവിതത്തിൽ നിറവേറ്റാൻ ആഗ്രഹിച്ച്. അതുകൊണ്ടാണ് ഞാൻ ധൈര്യമായിട്ട് ഇവിടെ നിൽക്കുന്നത്. പണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ആരെങ്കിലും അതികളൊക്കെ വീട്ടിൽ വന്നതിന് ആദ്യം ഞാൻ ഓടി കട്ടിലിൻ്റെ അടി കയറി പാത്തിരിക്കും. അവരെല്ലാം പോയതിന് ശേഷം ഞാൻ പുറത്ത് വരത്തുള്ളായിരുന്നു. ഞാൻ ഒരു സ്റ്റേജിലും പ്രത്യക്ഷപ്പെടത്തില്ല. സ്കൂളിലാണേലും ഒരിടത്തും. സ്കൂളിൽ ഞാൻ പഠിച്ച സ്കൂളുകളിലെല്ലാം സ്കൂളിൽ ഞാനായിരുന്നു. പക്ഷെ ഒരു പ്രാവശ്യം പോലും ഞാൻ സ്റ്റേജിൽ കയറിയിട്ടില്ല. എനിക്കെല്ലാം ധൈര്യമില്ലായിരുന്നു. ഞാൻ ആരെയും ഒന്നേ നമ്മുടെ സെക്രട്ടറി ആയാലും ചട്ടം കെട്ടി അവരെ ഏൽപ്പിക്കുമത്. എന്നിട്ട് ഞാൻ സദസ്സിൽ പാത്തിരിക്കുമായിരുന്നു. പക്ഷെ എന്നെ മാറ്റിയത് ദൈവമാണ്. കാരണം എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു. ആ സ്നേഹത്തിൽ നിന്ന് എന്നെ എങ്ങനെ സൃഷ്ടിച്ച് ഇതിലൂടെ എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിലൂടെ ദൈവത്തിൻ്റെ പ്രവൃത്തി ചെയ്യാനുണ്ടെന്നുള്ളൊരു വിശ്വാസവും ധൈര്യവുമാണ് എന്നെ മാറ്റിയത്. ഇപ്പം നമ്മളെ സംബന്ധിച്ച് നമുക്ക് ആ ഒരു ധൈര്യത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ദൈവം നമ്മളെ എന്തിനു വേണ്ടിയിട്ടാണ് പുനഃസൃഷ്ടിച്ചത്? തൻ്റെ പുത്രൻ്റെ സ്വരൂപത്തോടെ
അനുരൂപനാകാൻ, പാപത്തിൻ്റെ സാത്താൻ്റെ ആദാമ്യ അനുരൂപത്തിൽ നമ്മളെ മാറ്റി യേശുവിൻ്റെ അതേ രൂപമുള്ളവരാക്കി തീർക്കാനായിട്ടാണ്. ആ ഒരു വിശ്വാസം നമ്മളിലേക്ക് വരുമ്പോഴാണ് ഈ രൂപാന്തരം നമ്മൾ ആരംഭിക്കുന്നത്. നമുക്കിത് പോൽക്കാലം നമ്മളെ തന്നെ അതിനുവേണ്ടി സമർപ്പിക്കാൻ സഹോദരന്മാരെ. നമുക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. കാരണം ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് നാം ആയിരിക്കുന്ന തലത്തിൽ നമ്മുടെ പിതാവിൻ്റെ സന്നിധിയിൽ നമ്മളെ അർപ്പിക്കാം. തീർച്ചയായിട്ടും കർത്താവ് നമ്മളെ രൂപാന്തരപ്പെടുത്തും, നമ്മളെ ഒരു അനുഗ്രഹമാക്കി തീർക്കും. അതിനായിട്ട് കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. ആമേൻ.